السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلل فلا هادي له. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. ثم أما بعد. ഇത്രയും പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് നാം ഓരോരുത്തരെയും സൃഷ്ടിച്ചത് എന്ന കൃത്യമായ ബോധ്യമുള്ള, വെറുതെ ഈ ദുനിയാവിൽ ആരും സൃഷ്ടിച്ചതല്ലാതെ ഉരുത്തിരിഞ്ഞു വന്നതല്ല എന്ന് കൃത്യമായ ബോധ്യമുള്ള, നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും യുക്തിവാദ ചിന്തകളോ മനസ്സിൽ കടന്നുകൂടിയിട്ടില്ലാത്ത, എന്നെ സൃഷ്ടിച്ചത് ഈ ലോകത്തെ എല്ലാ സൃഷ്ടിജാലങ്ങളെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന, അവയ്ക്കെല്ലാത്തിനും അതിൻ്റെതായ സംവിധാനങ്ങൾ കൃത്യമായ പ്രകൃതം നിശ്ചയിച്ചു കൊടുത്ത റബ്ബുൽ ആലമീനാണ്, എല്ലാത്തിൻ്റെയും സൃഷ്ടാവാണ്. മുൻകഴിഞ്ഞ എല്ലാ സമുദായങ്ങളെയും സമൂഹങ്ങളെയും വിഭാഗങ്ങളെയും എല്ലാ ജന്തുജാലങ്ങളെയും എല്ലാ സസ്യജാലങ്ങളെയും അണുക്കൾ മുതൽ സൗരയൂഥത്തിലെ ഗ്രഹങ്ങൾ വരെ ഓരോന്നിനെയും സൃഷ്ടിച്ച അതേ സൃഷ്ടാവാണ് എന്നെയും സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന കൃത്യമായ ബോധ്യമുള്ള, മനസ്സിൽ ഉറച്ചു വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നാം ശ്രദ്ധിക്കേണ്ടത്, അല്ലാഹു സുബ്ഹാനഹു വ തആല, അതായത് ഈ ലോകത്തിന്റെ സൃഷ്ടാവ്, അവനാണ് നാം ഓരോരുത്തരെയും സൃഷ്ടിച്ചിട്ടുള്ളതെങ്കിൽ, അവനാണ് നാം ഓരോരുത്തരെയും ഈ എല്ലാ സംവിധാനങ്ങളും നമ്മൾക്ക് ഈ പ്രപഞ്ചത്തിൽ നിശ്ചയിച്ചിട്ടുള്ളതെങ്കിൽ, ഈ ഭൂമി നമുക്ക് ജീവിക്കാൻ വാസയോഗ്യമാക്കി തന്നതും ആകാശം നമുക്ക് കരുത്തിട്ടൊരു മേൽക്കൂരയാക്കി തന്നതും അതിൽ നിന്ന് മഴ വർഷിപ്പിച്ചു തന്നതും ചെടികൾ മുളപ്പിച്ചു തന്നതുമെല്ലാം ആ സൃഷ്ടാവാണെങ്കിൽ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എണ്ണിക്കണക്കാക്കാൻ പറ്റാത്തത്രയും അനുഗ്രഹങ്ങൾ അവൻ നമ്മുടെ ജീവിതത്തിൽ നിശ്ചയിച്ച് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, ഇതിനെല്ലാം പിന്നിൽ ഒരു ലക്ഷ്യമുണ്ട്, ഒരു ഉദ്ദേശമുണ്ട്. എന്ന് വെച്ചാൽ ഈ ദുനിയാവിലെ ജീവിതം, ഈ ഐഹികമായ ജീവിതം, ഈ ജീവിതം എന്നുള്ളത് ഒരു പ്രത്യേക ഉദ്ദേശമില്ലാതെ ലക്ഷ്യമില്ലാതെ വെറുതെ അങ്ങ് ജീവിച്ച് തീർക്കാനുള്ളതല്ല. മറിച്ച് നമ്മൾക്ക് ഈ ജീവിതത്തിൽ പലതും ചെയ്യാനുണ്ട്, നമ്മൾക്ക് ഈ ജീവിതത്തിൽ പലതും പൂർത്തീകരിക്കാനുണ്ട്, നമ്മൾക്ക് ഈ ജീവിതത്തിൽ പല ലക്ഷ്യങ്ങളും നിറവേറ്റാനുണ്ട്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഒരു ലക്ഷ്യബോധമുള്ള ആളുകളാകണം നാം ഓരോരുത്തരും. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, അല്ലാഹു ഇല്ല, ഈ ലോകത്തെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവില്ല, ഇതെല്ലാം വെറുതെ ഉണ്ടായതാണ് എന്ന് വാദിക്കുന്ന ആളുകൾ നമുക്ക് ചുറ്റും പല ആളുകൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സോഷ്യൽ മീഡിയയിലും നമ്മുടെ കൂട്ടുകാരും നാട്ടുകാരും പെട്ട പല ആളുകളിൽ നമ്മൾ അവരോടൊന്ന് ചോദിച്ചു നോക്കി, ഏതെങ്കിലും ഒരു ചെറിയൊരു മുട്ടുസൂചിയോ അല്ലെങ്കിൽ അവർ കളിക്കുന്ന ഒരു പന്തോ എന്തെങ്കിലും ഒരു ചെറിയൊരു വസ്തു അല്ലെങ്കിൽ ഒരു ചെറിയൊരു മെഷീനോ റിമോട്ടോ എന്തെങ്കിലും ഒരു കാര്യം, ഒരു കാറിന്റെ എഞ്ചിനോ എന്തെങ്കിലും ഒരു കാര്യം അവരോട് വെറുതെ ഉണ്ടായതാണെന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ സൃഷ്ടിച്ചൊരു സൃഷ്ടാവില്ല എന്ന് പറയുന്ന അവർക്ക് തന്നെ ഈ ഒരു കാര്യം അംഗീകരിക്കാൻ സാധിക്കില്ല, അല്ലേ? നമ്മൾക്ക് പലപ്പോഴും നമ്മൾ കേട്ട് പരിചിട്ടൊരു സംഭവമുണ്ട്, ഒരു കഥയുണ്ട്. അബൂ ഹനീഫ റഹിമഹുല്ലാ, നമ്മുടെ മുൻഗാമികൾപ്പെട്ട നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു പണ്ഡിതൻ, ഇമാമാണ് റഹിമഹുല്ലാ. അദ്ദേഹത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ ചില ആളുകൾ വെല്ലുവിളിക്കുകയാണ്, ഈ ലോകത്തിനൊരു സൃഷ്ടാവുണ്ടെന്ന് അത് തെളിയിക്കാൻ സാധിക്കുന്ന ആർക്കും ഞങ്ങളുമായിട്ട് സംവാദത്തിന് വരാം, വെല്ലുവിളിക്കാൻ, പരസ്യമായി വെല്ലുവിളിക്കാൻ. അബൂ ഹനീഫ റഹിമഹുല്ലാ പറഞ്ഞു, ഞാനുണ്ട്, നിങ്ങളുമായി സംവദിക്കാൻ, നിങ്ങളുമായി ഏറ്റുമുട്ടാൻ, തെളിവുകൾ കൊണ്ട് നിങ്ങളെ കീഴ്പ്പെടുത്താൻ ഞാൻ വരാം, ഞാൻ തയ്യാറാണെന്ന് അബൂ ഹനീഫ റഹിമഹുല്ലാ അവരോട് പറഞ്ഞു. അങ്ങനെ അവരും ഇദ്ദേഹവും തമ്മിൽ സംസാരിച്ച് ഒരു കാര്യത്തിൽ ഒരു സമയം തീരുമാനിച്ചു, ഇന്ന ദിവസം ഇന്ന സ്ഥലത്ത് ഇന്ന സമയത്ത് നമുക്ക് ഒത്തുചേരാം, എന്നിട്ട് എന്ത് ചെയ്യാം, പരസ്യമായി സംവാദത്തിൽ ഏർപ്പെടാം, ജനങ്ങളുടെ മുന്നിൽ വെച്ച് ജനങ്ങളെ സാക്ഷിയാക്കി എന്നവർ പരസ്പരം പറഞ്ഞുറപ്പിച്ച് അവർ പറഞ്ഞ സമയമായപ്പോൾ ഈ നിരീശ്വരവാദികൾ പറഞ്ഞ സമയത്തെത്തി, പറഞ്ഞ സ്ഥലത്തെത്തി.
പറഞ്ഞ ദിവസത്തിൽ. പക്ഷെ അബൂ ഹനീഫ റഹിമഹുള്ള അവിടെ കാണുന്നില്ല. അബൂ ഹനീഫ റഹിമഹുള്ള പറഞ്ഞ സമയമായിട്ടും പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ ദിവസത്ത് അവിടെ എത്തിയിട്ടില്ല. കുറെ പറഞ്ഞ സമയം നിശ്ചയിക്കപ്പെട്ട എത്രയോ സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഇദ്ദേഹം ആ സ്ഥലത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ നേരത്തെ വന്ന നിരീശ്വരവാദികൾ അദ്ദേഹത്തെ ആക്ഷേപിക്കാം, നിങ്ങളെന്താ പറഞ്ഞ വാക്കിന് വിലയില്ലാത്തത്, നിങ്ങളെന്താണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ വാക്ക് പാലിക്കാത്തത് എന്താണ്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, ഞാൻ മനഃപൂർവ്വം വൈകി വന്നതല്ല, മനഃപൂർവ്വം നിങ്ങളെ പ്രയാസപ്പെടുത്താൻ ഉദ്ദേശിച്ചതല്ല, മറിച്ച് ഞാൻ വൈകി വരാൻ എനിക്കൊരു കാരണമുണ്ട്. എന്താണ് ആ കാരണം? അദ്ദേഹം പറയാണ്, ഞാൻ നടന്നു വന്നത് ഞാൻ വരുന്ന വഴിക്ക് ഒരു പുഴയുണ്ടായിരുന്നു. ആ പുഴയിൽ ഒരു മരം മറിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസത്തെ ശക്തമായ മഴയിൽ അതിന്റെ കാറ്റും മറ്റു ശക്തി കൊണ്ട് ആ മരം എന്ത് ചെയ്തിട്ടുണ്ട്, കടപുഴകി പുഴയിലേക്ക് മറിഞ്ഞു വീണിട്ടുണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ ഈ നിങ്ങളുടെ അടുക്കലേക്ക് നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മറിഞ്ഞു വീണ മരം ഇത് പുഴയിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതിന്റെ ഒപ്പം അങ്ങനെ ഇത് നടന്നു വന്നുകൊണ്ടിരിക്കെ, ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് വന്നുകൊണ്ടിരിക്കെ, ഞാൻ നോക്കി നിൽക്കെ ഈ മരം മാറി 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 അതിന് പല മാറ്റങ്ങൾ വന്ന് അത് തനിയെ കപ്പലായി തീരുന്ന കാഴ്ച ഞാൻ കണ്ടു എന്ന് പറഞ്ഞു. മരം തനിയെ മാറി മാറി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ഒരു പുഴയിൽ ഒഴുകുന്ന സാധാരണ ഒരു മരം, കടപുഴകിൽ വീണ മരം, അത് നോക്കി നിൽക്കുമ്പോൾ നിമിഷ നേരം കൊണ്ട് അത് പല മാറ്റങ്ങളും സംഭവിച്ചതിൽ കപ്പലായി തീർന്നു എന്ന് അബൂ ഹനീഫ റഹിമഹുള്ള ഇവരോട് പറഞ്ഞപ്പോൾ അവരുടെ കൂട്ട ചിരിയാണ് അവരുടെ പ്രതികരണം. കളിയാക്കി ചിരിക്കാൻ നിങ്ങൾക്ക് എന്താ പറ്റി? തറക്കി നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾ പറയുന്ന കാര്യത്തിൽ നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? ഒരു മനുഷ്യന്, സാധാരണ ഒരു മനുഷ്യന് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണോ നിങ്ങൾ ഈ പറയുന്നത് എന്ന് പറഞ്ഞ് അവർ ആക്ഷേപിക്കുകയും കളിയാക്കുകയും ചെയ്തപ്പോൾ അബൂ ഹനീഫ റഹിമഹുള്ള അതൊക്കെ കേട്ടിട്ട് തിരിച്ച് പ്രതികരിക്കുന്ന ഒരു പ്രതികരണം എന്താ അദ്ദേഹം പറഞ്ഞത്? വെറും ഒരു മരം തനിയെ കപ്പലായി തീർന്നു എന്ന് പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ എങ്ങനെയൊക്കെ ആക്ഷേപിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രപഞ്ചം മുഴുവൻ തനിയെ ഉണ്ടായെന്ന് പറഞ്ഞ് നിങ്ങളെ ഞാൻ എങ്ങനെ ആക്ഷേപിക്കണം? അബൂ ഹനീഫ റഹിമഹുള്ള തിരിച്ചു ചോദിക്കുകയാണ്. തിരമാലകൾ അടങ്ങാത്ത സമുദ്രവും എണ്ണിയാൽ ഒടുങ്ങാത്ത നക്ഷത്രങ്ങളുടെ ആകാശവും നമുക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ പറ്റാത്തത്രയും വിവിധങ്ങളായ സസ്യജാലങ്ങളും ജന്തുജാലങ്ങളും ഒക്കെ അതിന് ഓരോന്നിനും അതിൻ്റെതായ പ്രകൃതങ്ങളും രീതികളും എല്ലാം നിശ്ചയിച്ചു കൊടുത്ത റബ്ബുൽ ആലമീൻ അവനെ നിഷേധിക്കുന്ന ആളുകൾ അവരെത്രമാത്രം ബുദ്ധിയില്ലാത്ത ആളുകളാണ്. നമ്മെ സംബന്ധിച്ചിടത്തോളം എല്ലാം സൃഷ്ടിച്ചൊരു സൃഷ്ടാവുണ്ട്. എല്ലാ കാര്യങ്ങളും അറിയുന്ന, എല്ലാത്തിനും കഴിയുന്ന ഒരു സൃഷ്ടാവ് നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ആ സൃഷ്ടാവാണ് എല്ലാ ആളുകളെയും സൃഷ്ടിച്ചത്. മുസ്ലിമീങ്ങളെ മാത്രമല്ല അവൻ സൃഷ്ടിച്ചത്, അമുസ്ലിമീങ്ങളെയും ലോകത്തുള്ള ഏത് വിഭാഗക്കാരനെയും അവന്റെ സൃഷ്ടികളാണ് എല്ലാം. ഈ ലോകത്ത് അവന്റെ സൃഷ്ടികളായിട്ടല്ലാതെ ഒന്നുമില്ല. എല്ലാ ജന്തുജാലങ്ങളും അത് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുന്നതാണെങ്കിലും നമ്മുടെ കാഴ്ചകളിൽ ഒതുങ്ങി നിൽക്കാത്തത്രയും വലിപ്പമുള്ളതാണെങ്കിലും എത്ര ചെറുതും വലുതും സൂക്ഷ്മമായതും എല്ലാം സൃഷ്ടിച്ചവൻ ഒരുവനാണ്. എല്ലാത്തിന്റെയും സൃഷ്ടാവ് ഒരുവനാണ്. നമ്മൾ ശ്രദ്ധിക്കണം, ഈ ഒരു സൃഷ്ടാവ്, ആ സൃഷ്ടാവ് അവൻ നമ്മളെ വെറുതെ സൃഷ്ടിച്ചതല്ല. ഈ ദുനിയാവ് വെറുതെ ഒരു കളിയായിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു കാരണമില്ലാതെ വെറുതെ എന്റർടൈൻമെന്റ് അടിച്ചു പൊളിക്കാൻ, വെറുതെ എങ്ങനെ കത്തിച്ചു തീർക്കാൻ, അങ്ങനെ ഈ ജീവിതം അങ്ങനെ മുന്നോട്ട് പോയി ഒരു കാരണവുമില്ലാതെ അത് മരണത്തിലേക്ക് എത്തിത്തീർക്കാൻ, അങ്ങനെ ഈ ജീവിതം അവസാനിക്കാനുള്ള ജീവിതമല്ല ഈ ജീവിതം. മറിച്ച് ഈ ജീവിതത്തിന് അതിൻ്റെതായ ലക്ഷ്യമുണ്ട്, അതിൻ്റെതായ ഒരു ഗോളുണ്ട്, എയിമുണ്ട്. എന്താണ് ആ ലക്ഷ്യം? എന്താണ് ആ ഉദ്ദേശം? ഈ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ്? നമ്മൾ ശ്രദ്ധിക്കണം. ഈ ദുനിയാവിൽ ഒരുപാട് സമ്പത്ത് ലഭിച്ച് ഈ ദുനിയാവിൽ എല്ലാ കാര്യങ്ങളും കൈപ്പിടിയിൽ ഒതുക്കിയ വലിയ വലിയ സമ്പന്നന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. എല്ലാ ആളുകളെയും തന്റെ അധികാരത്തിന്റെ പരിധിയിൽ അടിച്ചമർത്തിയ വലിയ ചക്രവർത്തികൾ കഴിഞ്ഞുപോയിട്ടുണ്ട്. എല്ലാ ആളുകളും കൊതിക്ക് മാറുന്ന സൗന്ദര്യം ലഭിച്ച സ്ത്രീകളും പുരുഷന്മാരും കഴിഞ്ഞുപോയിട്ടുണ്ട്. അവർക്ക് ഇന്നിവിടെ ലോകത്തെ വിറപ്പിച്ച, തന്റെ ശക്തി കൊണ്ട് എല്ലാ ആളുകളെയും വിറപ്പിച്ച, തന്റെ പേര് കേൾക്കുമ്പോൾ നാടും നാട്ടുകാരും കിടുങ്ങി വിറയ്ക്കുന്ന രൂപത്തിൽ ശക്തിമത്തായ, ശക്തിയുള്ള ആളുകൾ ഈ ലോകത്ത് കഴിഞ്ഞുപോയിട്ടുണ്ട്. അവരെല്ലാവരും എവിടെ? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾക്ക് എത്ര ശക്തി ഉണ്ടായാലും, എത്ര സമ്പത്ത് ഉണ്ടായാലും, എത്ര സൗന്ദര്യം ഉണ്ടായാലും, എത്ര അധികാരം ഉണ്ടായാലും, എത്ര സ്വാധീനം ഉണ്ടായാലും, നമ്മൾ എന്ത് ചെയ്താലും, എങ്ങനെയൊക്കെ നമ്മൾ രക്ഷപ്പെടാൻ ശ്രമിച്ചാലും, നമ്മൾ ഒരു ദിവസം ഈ ജീവിതം നമ്മുടെ അവസാനിക്കുക തന്നെ ചെയ്യും. നമ്മളെ ഒരു ദിവസം മരണം പിടികൂടുക തന്നെ ചെയ്യും. നമ്മളൊരു ദിവസം മരിക്കും. നമ്മൾ എവിടെ പോയി ഒളിച്ചാലും, ശക്തിമത്തായ കോട്ടകൾക്കുള്ളിലാണെങ്കിൽ പോലും നമ്മൾ മരിക്കേണ്ട സമയത്ത് നമ്മൾ മരിക്കും. നമ്മൾ ഏത് രൂപത്തിൽ നമുക്കൊന്നും അതിന് തടസ്സമാവില്ല. നമ്മുടെ മുന്നിലുള്ള പരിചാരകരോ, നമ്മുടെ അംഗരക്ഷകരോ, നമ്മുടെ സമ്പത്തിന്റെ വലിപ്പമോ, അധികാരത്തിന്റെ വ്യാപ്തിയോ, ഇതൊന്നും നമ്മൾക്ക് എന്ത് ചെയ്യുകയില്ല. നമ്മൾ ഈ ദുനിയാവിൽ വിട പറഞ്ഞു പോവാൻ കാരണമാവുകയും തടസ്സമാവുകയില്ല. നമ്മൾ മരിക്കുക തന്നെ ചെയ്യും. ഓരോരുത്തരും മരിക്കും.
നമ്മൾ ആലോചിച്ച് നോക്കി, വെറുതെ ഈ ജീവിതത്തിൽ അങ്ങനെ ജീവിച്ച് മരണപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കി, എത്ര ആളുകളുണ്ട് ഈ ദുനിയാവിൽ, ഈ ജൈവിക ജീവിതത്തിൽ. പല ആളുകൾക്കും ഭൗതികമായി വലിയ സഹായങ്ങൾ ചെയ്തു കൊടുത്ത്, വലിയ വലിയ സേവനങ്ങൾ ചെയ്തു കൊടുത്ത്, എന്നാൽ ആരാലും അറിയപ്പെടാതെ, ആരാലും അംഗീകരിക്കപ്പെടാതെ, ഒരു പ്രശംസയോ അല്ലെങ്കിൽ ഒന്നും ലഭിക്കാതെ, അതിൻ്റെതായ പ്രതിഫലം ഒന്നും കിട്ടാതെ മരണപ്പെട്ടു എത്ര ആളുകളുണ്ട്. നിങ്ങൾക്ക് തന്നെ പല ആളുകളെ അറിയാം. നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട, നാട്ടുകാരിൽപ്പെട്ട, കൂട്ടുകാരിൽപ്പെട്ട എത്ര ആളുകളുണ്ട്. ആരുടെയും പ്രശംസ കിട്ടിയിട്ടില്ലാത്ത, ഒരു പ്രശസ്തി ലഭിച്ചിട്ടില്ലാത്ത, അവർ ചെയ്ത സേവനങ്ങൾക്കൊന്നും പകരമാവതൊന്നും കിട്ടിയിട്ടില്ലാതെ മരണപ്പെട്ടു എത്ര ആളുകളുണ്ട്. അവർക്ക് അവർ ചെയ്ത സേവനങ്ങൾക്ക് എവിടെ പ്രതിഫലം കിട്ടാൻ? അതേപോലെ തന്നെ ഏറ്റവും വൃത്തികെട്ട പ്രവർത്തനങ്ങൾ ചെയ്ത്, അങ്ങേയറ്റം മനുഷ്യ മനസ്സുകളെ നടുക്കുന്ന രൂപത്തിലുള്ള ക്രൂരകൃത്യങ്ങളെ ചെയ്ത് വളരെയധികം വലിയ വിപത്തുകൾ ഈ സമൂഹത്തിൽ ഉണ്ടാക്കി തീർത്ത് അങ്ങനെ മരണപ്പെട്ടു എത്ര ആളുകളുണ്ട്. അവർ പലരും ഒരാളെ പിടിയിലും പെടാതെ മരണപ്പെട്ടു, രക്ഷപ്പെട്ടു, അങ്ങനെ തന്നെ മരണപ്പെട്ടു എത്ര ആളുകളുണ്ട്. എത്രയോ ആളുകളുണ്ട് അല്ലേ? നൂറുകണക്കിന്, ആയിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളെ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതാക്കാൻ കാരണക്കാരായ എത്ര അധികാരികളുണ്ട്, ചക്രവർത്തികളുണ്ട്. അവരെയൊക്കെ പിടികൂടാതെ അവർക്കുള്ള ശിക്ഷ ലഭിക്കാതിരിക്കുന്ന, അങ്ങനെ ഒരാൾക്ക് എന്തും ഈ ജീവിതത്തിൽ ചെയ്യാം, എന്ത് തോന്നിയാസം ചെയ്യാം എന്നാണെങ്കിൽ ഈ തോന്നിയാസങ്ങളൊന്നും ചെയ്യാതെ, ഇതിലേക്കൊന്നും പോകാതെ, അതൊക്കെ ചെയ്യാൻ സാധിച്ചിട്ടും അതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾക്ക് എന്താണ് കിട്ടുന്നത്? ഈ ദുനിയാവിൽ എന്താ കിട്ടുന്നത്? ഒരു ലാഭം കിട്ടുന്നില്ലല്ലോ. അവർക്ക് ഈ ദുനിയാവിൽ എന്ത് ലാഭമാണ് കിട്ടുന്നത്? എന്തെങ്കിലും ലാഭം കിട്ടുന്നുണ്ടോ? ആർക്കെങ്കിലും പ്രയാസം ഉണ്ടാകുമെന്ന് വിചാരിച്ച് പല പ്രവർത്തനങ്ങളും ഒഴിവായി നിൽക്കുന്ന, പല പ്രവർത്തനങ്ങളും ചെയ്യാതിരിക്കുന്ന, അത്തരം കാര്യങ്ങൾ ഏർപ്പെടാതിരിക്കുന്ന, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് വിചാരിച്ച് പല തന്റെ ഇഷ്ടങ്ങളും മാറ്റിവെക്കുന്ന ആളുകൾക്ക് ഈ ദുനിയാവിൽ എന്താ കിട്ടുന്നത്? നിങ്ങൾക്കറിയില്ല, എത്ര ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ, സാമൂഹിക പരിഷ്കർത്താക്കൾ എന്നൊക്കെ അറിയപ്പെടുന്ന എത്രയോ ആളുകൾ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. മനുഷ്യർക്ക് വലിയ വലിയ സേവനങ്ങൾ ചെയ്തു കൊടുത്ത പല നമുക്ക് ഇന്നത്തെ കാലം വരേക്കും ഉപകാരം നിലനിൽക്കുന്ന എത്രയോ പ്രവർത്തനങ്ങൾ ചെയ്ത ആളുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരുടെ ആ പ്രവർത്തനങ്ങൾക്ക് അവരുടെ ജീവിത കാലഘട്ടത്തിൽ ഒരു പ്രശംസ കിട്ടിയിട്ടില്ല, അതിന് വേണ്ട അംഗീകാരം കിട്ടിയിട്ടില്ല, അവർക്ക് അതിനൊത്ത ഒരു പ്രതിഫലം ഈ ദുനിയാവിൽ കിട്ടിയിട്ടില്ല. എന്താണ് കിട്ടിയിട്ടുള്ളത്? അതുകൊണ്ട് തന്നെ ഈ ജീവിതത്തിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾ അതിന് കുറ്റമറ്റതായ രൂപത്തിൽ, അതിന് നീതിപൂർവകമായ രൂപത്തിൽ നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് അർഹിക്കുന്ന പ്രതിഫലം നൽകപ്പെടാൻ ഒരു വേദി, അത് നമുക്ക് ആവശ്യം. അത് മനുഷ്യന്റെ ബുദ്ധിയുടെ താല്പര്യം. എന്തും തന്റെ തോന്നിവാസങ്ങൾക്കെല്ലാം, തനിക്ക് ഇഷ്ടപ്പെടുന്ന എല്ലാ കാര്യങ്ങളും ഒരു തടസ്സവും ഇല്ലാതെ ചെയ്യുന്ന ഒരാളും, തന്റെ ഇഷ്ടങ്ങളെ മറ്റു പല കാരണങ്ങൾ കൊണ്ട് ഒതുക്കി നിർത്തുന്ന, അതിനെ മാറ്റിവെക്കുന്ന ഒരാളും ഇവർ തമ്മിൽ എങ്ങനെ ഒരുപോലെ ആവാം? അതുകൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും, നമ്മൾ ഒരുങ്ങിയാലും തയ്യാറായാലും ഇല്ലെങ്കിലും, നമ്മൾക്കത് വിശ്വസിക്കാൻ പ്രയാസമുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾ എങ്ങനെയാണോ ഒന്നുമില്ലായ്മയിൽ നിന്ന് ഈ ദുനിയാവിലേക്ക് കടന്നു വന്നത്, അതേപോലെ തന്നെ നമ്മൾ മരണത്തിന് ശേഷം ഇനി വീണ്ടും ഒരു ജീവിതം കൂടി നമുക്ക് വരാനുണ്ട്. എങ്ങനെയാണോ നമ്മൾ ഇന്ന് ജീവിച്ചത്, ഇന്ന് ജനിച്ചത്, നമ്മുടെ മാതാപിതാക്കളുടെ വയറ്റിൽ നമ്മൾ എങ്ങനെയാണോ പുറത്തേക്ക് വന്നത്, അതേപോലെ തന്നെ നമ്മൾ ഈ ഭൂമിയിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു ദിവസം നമുക്ക് ഓരോരുത്തർക്കും വരാനുണ്ട്. എല്ലാ ആളുകളും മുസ്ലിമെന്നോ അമുസ്ലിമെന്നോ അറബിയെന്നോ അനറബിയെന്നോ വെളുത്തവനെന്നോ കറുത്തവനെന്നോ സമ്പന്നനെന്നോ പാവപ്പെട്ടവനെന്നോ ഒന്നും വ്യത്യാസമില്ലാതെ ഇവിടെ ജനിച്ച ഓരോരുത്തരും അവർ ഇനി ഒരു ജീവിതം കൂടി ജീവിക്കാൻ, അത് ഈ ജീവിതം പോലെ മരണപ്പെട്ടു പോകുന്ന നൈമിഷികമായ 50-100 കൊല്ലം മാത്രം ജീവിക്കുന്ന ഒരു ജീവിതമല്ല, അറ്റമില്ലാത്തൊരു ജീവിതം, അവസാനിക്കാത്ത ജീവിതം, മരണം പിടികൂടാത്തൊരു ജീവിതം. അങ്ങനെ ഒരു ജീവിതം നമുക്കിനി വരാനുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും വരാനുണ്ട്. ഏത് വിഭാഗക്കാരനായിക്കോട്ടെ, ഏത് മതക്കാരനായിക്കോട്ടെ, ഏത് ദേശക്കാരനായിക്കോട്ടെ, ഏത് ഭാഷക്കാരനായിക്കോട്ടെ, എല്ലാവരും ഒരു നാൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും, വീണ്ടും ജീവിപ്പിക്കപ്പെടും. നിങ്ങൾ കരുതുന്നുണ്ടോ നമ്മളെ ഒന്നുമില്ലായ്മ സൃഷ്ടിച്ച അള്ളാഹുവിനെ നമ്മളെ വീണ്ടും ജീവിപ്പിക്കാൻ പ്രയാസമാണെന്ന് വിചാരിക്കുന്നുണ്ടോ? അതൊക്കെ എങ്ങനെ സാധിക്കാൻ നമ്മൾ കരുതുന്നുണ്ടോ, ചിന്തിക്കുന്നുണ്ടോ? നമ്മൾ എങ്ങനെയായിരുന്നു നമ്മുടെ സൃഷ്ടിപ്പെങ്ങനെ നമ്മൾ ചിന്തിച്ചു നോക്കിയേ. നമ്മൾ ഈ ദുനിയാവിൽ കടന്നു വരുമ്പോൾ നമ്മുടെ അവസ്ഥ എന്തായിരുന്നു? നമ്മൾ ആദ്യം എങ്ങനെയായിരുന്നു? വെറും ഒരു തുള്ളിയായിരുന്നു, തെറിച്ചു വീഴുന്ന ഒരു ഇന്ദ്രിയ തുള്ളി മാത്രമായിരുന്നു. ആ അവസ്ഥയിൽ നിന്ന് ഇന്നത്തെ ശക്തിമത്തായ അവസ്ഥയിൽ, എന്തിനും പോകുന്ന അവസ്ഥയിൽ, എന്തും ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിൽ, ഈ ദുനിയാവിലെ എന്തൊരു ജീവിയെക്കാളും ജന്തുവിനേക്കാളും
മിക്ക കാര്യങ്ങളും അവരെ കീഴ്പ്പെടുത്താൻ പറ്റുമാറ് കഴിവുകളും ബുദ്ധിയും അറിവും ഒക്കെ ലഭിച്ച അവസ്ഥയിൽ നമ്മളായി തീർന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ മരണപ്പെട്ട് എല്ലും മണ്ണുമായി കഴിഞ്ഞാൽ നമ്മളെ ഒന്നുമില്ല എന്ന് ഉണ്ടാക്കുന്നതിനേക്കാൾ പ്രയാസമല്ല മരിച്ച് മണ്ണിൽ നിന്ന് പഴയ പോലാക്കാൻ. നമ്മൾ മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യമാണ്. ഒരാൾ ഒരു മൊബൈൽ ഫോൺ ഉണ്ടാക്കുക, ആദ്യമായി ഒരു സ്മാർട്ട് ഫോണിന്റെ എല്ലാ കാര്യങ്ങളും ചിപ്പുകളൊക്കെ ഘടിപ്പിച്ച് അതിന്റെ എല്ലാ കാര്യങ്ങളും ഘടിപ്പിച്ച് എല്ലാം കൃത്യമാക്കി അതിന്റെ ഘടനയിൽ അതിന്റെ രൂപത്തിൽ ആദ്യമായി ഉണ്ടാക്കുന്ന പണി പിന്നീട് അതിനെ അഴിച്ച് പല ഭാഗങ്ങളാക്കി വീണ്ടും കൂട്ടിച്ചേർക്കുവാൻ ഒരിക്കലും ഉണ്ടാവില്ല. നമ്മുടെ സൃഷ്ടാവിന് ഉപമ പറയല്ല, സൃഷ്ടാവിനെ ഈ മൊബൈൽ ഉണ്ടാക്കുന്ന ആളുമായി ഉപമിക്കല്ല, മറിച്ച് നമ്മൾ ചിന്തിക്കാൻ വേണ്ടി പറഞ്ഞിരുന്ന ഒരു കാര്യത്തെ ആദ്യമായി ഉണ്ടാക്കുന്ന ഒരു പ്രയാസം ഒരിക്കലും പിന്നീട് അതിനെ പഴയ പോലെ ആക്കി തീർക്കാൻ, അത് നശിച്ചു പോയി കഴിഞ്ഞാൽ പഴയതുപോലെ ആക്കാൻ ഉണ്ടാവില്ല. നമ്മൾ ഈ ദുനിയാവിൽ ഇവിടെ ജീവിച്ചിട്ടുണ്ടെങ്കിൽ, വെറും ഒരു ഇന്ദ്രിയത്തുള്ളിൽ നിന്ന് ഈ ഒരു രൂപത്തിലേക്ക് നമ്മൾ ആയിത്തീർന്നിട്ടുണ്ടെങ്കിൽ, അതിനേക്കാൾ സത്യമാണ് നമ്മൾ മരണപ്പെട്ട് മണ്ണായി കഴിഞ്ഞാൽ വീണ്ടും ഒരു അവസ്ഥയിലേക്ക് നമ്മൾ ഇതേ അവസ്ഥയിലേക്ക് നമ്മൾ ആയിത്തീരുന്നുള്ളത്. നമുക്കൊരു ജീവിതം ഇനി വരാനുണ്ട്. ആ ഒരു ജീവിതമാണ് യഥാർത്ഥ ജീവിതം. ആ ജീവിതത്തിൽ മരിക്കുന്നില്ല, ഒരാളും മരിക്കുന്നില്ല, ആരും മരിക്കൂല. ഇന്ന് മരണപ്പെട്ടു പോയ ആരും ആദം അലൈഹിസ്സലാം ആദ്യത്തെ മനുഷ്യൻ മുതൽ ലോകം അവസാനിക്കുന്ന അന്ന് വരേക്കുമുള്ള ഒരാളും അന്ന് മരിക്കുകയില്ല. ഒരാൾക്കും മരിക്കാൻ കരുതിയാൽ ഉദ്ദേശിച്ചാൽ മരിക്കാനൊട്ട് സാധിക്കുകയില്ല. അവിടെ മരണമില്ലാത്ത ജീവിതം. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ആ മരണമില്ലാത്ത ജീവിതത്തിൽ നമ്മൾക്ക് പ്രയാസങ്ങൾ അനുഭവിക്കുന്നത് ആണ് ഈ ഒരു ജീവിതത്തിൽ നമ്മൾ പ്രയാസപ്പെടുന്നതിനേക്കാൾ നല്ലത്. നമ്മുടെ ഈ ജീവിതം എത്രയേ ഉള്ളൂ, വളരെ നിമിഷിക്കാം. നമ്മൾ ഏറിപ്പോയാൽ 100 കൊല്ലം, 100 കടക്കുന്ന ആളുകൾ വളരെ അപൂർവമുള്ളൂ ഈ ദുനിയാവിൽ. ഈ ഒരു ചെറിയൊരു വളരെ ചുരുക്കം വിരലെണ്ണാവുന്ന വർഷങ്ങൾ മാത്രം ജീവിക്കുന്ന ഈ ജീവിതത്തിൽ നമ്മുടെ മിക്ക സമയവും അതിൽ 3 ഉറക്കത്തിൽ പോയി. പിന്നെ നമുക്ക് ഓർമ്മയില്ലാത്ത, നമുക്ക് എട്ടുമുട്ട് തിരിയാത്ത പ്രായത്തിൽ തന്നെ പല വർഷങ്ങൾ അങ്ങനെ കഴിഞ്ഞു പോയി. പിന്നെ കുറെ വാർദ്ധക്യത്തിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിച്ചാൽ തന്നെ ചെയ്യാൻ പറ്റാത്ത പ്രായത്തിലായി ഒരുപാട് വർഷം അങ്ങനെ പോയി. ഇതിനിടയിൽ ആരോഗ്യമുള്ള യുവത്വത്തിന്റെയും യൗവനത്തിന്റെയും ചുറുചുറുക്കിന്റെയും പ്രായത്തിൽ പഠനവും ജോലിയും മറ്റു തിരക്കുകളായി കുറെ അങ്ങനെ പോയി. നമ്മൾ ഈ ദുനിയാവിൽ ജീവിച്ചു എന്ന് പറയുന്നത് എത്രയുണ്ട്? 2-3 വർഷം മാത്രം. ഈ ഒരു 2-3 വർഷം പ്രയാസപ്പെടുന്നതാണോ നമുക്ക് നല്ലത്? 2 കോടി 3 കോടി വർഷങ്ങൾ കഴിഞ്ഞാലും അവസാനിക്കാത്ത പ്രയാസങ്ങൾ ഏറ്റുവാങ്ങുന്നതാണ് നല്ലത്? ഏത് നല്ലതേതാ? നമ്മൾ ചിന്തിക്കണം. ഒന്നുകിൽ നമ്മൾക്ക് ഇവിടെ പ്രയാസപ്പെടേണ്ടി വരും, അല്ലെങ്കിൽ അവിടെ പ്രയാസപ്പെടേണ്ടി വരും. അറ്റമില്ലാത്ത ആ ജീവിതത്തിൽ, മരിക്കാത്ത ആ ജീവിതത്തിൽ പ്രയാസപ്പെടേണ്ടി വരും. 2 കോടി 3 കോടി വർഷങ്ങൾ കഴിഞ്ഞാലും ആ പ്രയാസങ്ങൾ നമ്മളിൽ നിന്ന് ഒഴിവാകില്ല, നമ്മളിൽ നിന്ന് കുറഞ്ഞു പോവുകയില്ല. അതിനൊരു ലഘൂകരണം പോലും ഉണ്ടാകുന്നില്ല, ഒന്ന് കട്ടി കുറയുന്ന പോലില്ല അതിന്റെ പ്രയാസങ്ങൾ. അങ്ങനെ അറ്റമില്ലാത്ത ആ പ്രയാസങ്ങൾ ഏറ്റുവാങ്ങലാണോ ബുദ്ധി? അതല്ല. ഈ ഒരു ജീവിതത്തിൽ, നൈമിഷികമായ ജീവിതത്തിൽ, ഈ ജീവിതത്തിൽ പ്രയാസങ്ങൾ സഹിക്കലാണോ ബുദ്ധി? നമ്മൾ ചിന്തിച്ചു നോക്കണം. നമുക്ക് ഓരോരുത്തർക്കും നമ്മൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നമുക്ക് ആ ജീവിതത്തിലേക്ക് പോകാനുള്ളവരാണ് ഓരോരുത്തരും. അതുകൊണ്ട് ആ ജീവിതത്തിൽ നമ്മൾക്ക് പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ആ രൂപത്തിലായിരിക്കണം നമ്മൾ ഇവിടെ ജീവിക്കേണ്ടത്. ഇവിടെ പ്രയാസപ്പെട്ടാലും കുഴപ്പമില്ലാന്ന് വെക്കണം. അങ്ങനെയാണ്. അറ്റമില്ലാത്ത ജീവിതത്തിൽ പ്രയാസങ്ങൾ ഇല്ലാതിരിക്കാൻ വേണ്ടി ഈ ഒരു നൈമിഷിക ജീവിതത്തിൽ പ്രയാസപ്പെടാൻ നമ്മൾ തയ്യാറാകണം. അതല്ലാതെ പറ്റൂല. ഇവിടെ പ്രയാസപ്പെടാതെ അവിടെ എളുപ്പം കിട്ടൂല. ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടാതെ അവിടെ നമുക്ക് സുഖകരമായി ജീവിക്കാൻ കഴിയൂല. ഈ ഒരു ചെറിയൊരു സമയം നമ്മളൊന്ന് കഷ്ടപ്പെടണം. നമ്മുടെ ഇഷ്ടങ്ങളെ മാറ്റിവെക്കണം, നമ്മുടെ താല്പര്യങ്ങളെ അതിനൊരു പരിധി നിശ്ചയിക്കണം. എന്തിനു വേണ്ടി? നമ്മൾക്ക് ആഗ്രഹിക്കുന്നത് പോലെ, നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ, നമ്മൾ ഇഷ്ടപ്പെടുന്നത് പോലെ അറ്റമില്ലാത്ത മരിക്കാത്ത ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടി. അങ്ങനൊരു ജീവിതം നമുക്ക് വരാനുണ്ട്, നമുക്ക് ഓരോരുത്തർക്കും വരാനുണ്ട്. ആ ജീവിതത്തിൽ മരണപ്പെടുന്നില്ല, വയസ്സാകുന്നില്ല, രോഗങ്ങൾ ബാധിക്കുന്നില്ല, ക്ഷീണം ബാധിക്കുന്നില്ല, ഉറക്കം ബാധിക്കുന്നില്ല. എന്നും ചെറുപ്പത്തിലാണ്, ആരോഗ്യത്തിലാണ്, ഉണർന്നിരിക്കുകയാണ്. ഒരിക്കലും എന്തെങ്കിലും തളർച്ചയോ ഒന്നും സംഭവിക്കുന്നില്ല. ഈ ജീവിതത്തിലെ പ്രയാസങ്ങളാണെങ്കിലും ആസ്വാദനങ്ങളാണെങ്കിലും അതൊരിക്കലും അവസാനിക്കുന്നില്ല. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ സൃഷ്ടിക്കപ്പെട്ടത് ആ ഒരു ജീവിതത്തിൽ നമ്മൾ രക്ഷപ്പെടുവാൻ വേണ്ടിയിട്ടാണ്, അതിനുള്ള വഴി കണ്ടെത്തുവാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ലക്ഷ്യം അതാണ്, ആ ജീവിതമാണ്. ഒരിക്കലും നമ്മുടെ ലക്ഷ്യം ഈ ദുനിയാവിൽ വലിയ മണിമാളികൾ പണിയലോ, വലിയ ഏറ്റവും വലിയ സമ്പത്തുള്ള ഒരാളായി തീരലോ,
ഏറ്റവും വലിയ അധികാരം കരസ്ഥമാക്കുന്ന ഒരു നേതാവായി തീരലൊന്നുമല്ല. ഈ ദുനിയാവിൽ നമ്മുടെ ലക്ഷ്യം അതാകരുത്. നമ്മൾ ഈ ദുനിയാവിൽ ജീവിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാനാകരുത്. നമ്മൾ ഈ ജീവിതത്തിൽ ജീവിക്കേണ്ടത് ആ ഒരു ജീവിതത്തിലേക്ക് തയ്യാറെടുക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ജീവിതം നന്നാക്കാൻ വേണ്ടിയിട്ടാണ്, ആ ഒരു ജീവിതത്തിൽ നമുക്ക് പ്രയാസങ്ങൾ വരാതിരിക്കാനുള്ള തയ്യാറെടുപ്പ് അത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ്. അതാണ് ഈ ജീവിതം കൊണ്ട് അർത്ഥമാക്കുന്നത്. ഈ ജീവിതത്തിന്റെ ലക്ഷ്യമതാണ്. എന്ന് വെച്ചാൽ ഈ ജീവിതം എന്നുള്ളത് നമുക്ക് വരാനുള്ള ഒരു ജീവിതത്തിന് ഒരുക്കി വെക്കാനുള്ള ഒരു കൃഷിയിടം മാത്രമാണ്. ആരാണോ ഇവിടെ വിളവിറക്കുന്നത്, ഇവിടെ അതിനു വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്യുന്നത്, നിലമൊരുക്കുന്നതും വളമിടുന്നതും ഒക്കെ ആരാണോ ആ രൂപത്തിൽ ഇവിടെ തയ്യാറെടുക്കുന്നത്, അവൻ അവിടെ വിളവുകൾ കൊയ്യാൻ സാധിക്കും, വലിയ ലാഭം അവന് കരസ്ഥമാക്കാൻ സാധിക്കും. എന്നാൽ ഇവിടെ ആരാണോ തന്റെ ഇഷ്ടങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നത്, തന്റെ ആഗ്രഹങ്ങളെ എല്ലാത്തിനേക്കാളും മുൻപിൽ വെക്കുന്നത്, തനിക്ക് ഇഷ്ടപ്പെട്ടതുപോലെ ഇവിടെ ജീവിക്കുന്നത്, അവന് ആ ജീവിതത്തിൽ ഒന്നുമില്ല, ഒരു കാര്യം കരസ്ഥമാക്കാൻ സാധിക്കില്ല. ആ ജീവിതത്തിൽ അവന് പ്രയാസങ്ങൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. എങ്ങനെയുള്ള പ്രയാസങ്ങൾ എന്ന് ശ്രദ്ധിക്കണം. ചെറിയൊരു പ്രയാസമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തെ സംബന്ധിച്ച് പഠിപ്പിച്ചിരുന്ന കുറേ കാര്യങ്ങൾ വിശദീകരിക്കുന്ന എല്ലാം പറയാൻ സമയമില്ല. ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നുണ്ട്, നരകക്കാരൻ, ആ നരകക്കാരനെ നരകത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്നതിന് മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകക്കാരനെ പിടിച്ചു വലുതാക്കും, വലിയ ശരീരത്തിലാക്കും. എന്നുവെച്ചാൽ ഇന്നുള്ള ഈ ആർത്തി പൊക്കത്തിലെല്ലാം എന്ത് ചെയ്യാം, ഒരു നരകക്കാരൻ നരകത്തിലേക്ക് വലിച്ചെറിയാം. മറിച്ച് അവനെ വലിച്ചു നീട്ടും, അവന്റെ വലിപ്പം ഭീമാകാരമായ വലിപ്പമാക്കി തീർക്കും. എത്രത്തോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നരകക്കാരന്റെ ഉളിപ്പല്ല് ഉഹദ് മലന്റെ അത്ര ഉണ്ടാവും. അവന്റെ തൊലിയുടെ കട്ടി മാത്രം 3 ദിവസത്തെ വഴിദൂരം 3 ദിവസത്തെ വഴിദൂരം എന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും? അന്നത്തെ കാലത്തെ കണക്ക് നോക്കുമ്പോൾ ഏകദേശം 75 കിലോമീറ്റർ. ഏകദേശം തൊലിയുടെ കട്ടി മാത്രം 75 കിലോമീറ്റർ ഉണ്ടെങ്കിൽ ആ മനുഷ്യന്റെ വലിപ്പം എത്രയായിരിക്കും? എന്തുകൊണ്ട് ഇത്രയും വലിയ വലിപ്പം ആ മനുഷ്യന്? കാരണം നമ്മൾ ഈ രൂപത്തിൽ ഇന്നുള്ള ഈ ആറടി പൊക്കത്തിൽ നമ്മളെ നരകത്തിലേക്ക് ഇടാൻ കഴിയില്ല. കാരണം എന്താ? ആ നരകത്തിന്റെ അടുത്തേക്ക് എത്തുമ്പോഴേക്കും നമ്മൾ ഒഴുകിപ്പോകും. നമ്മുടെ ഈ വലിപ്പമുള്ള ഈ ചെറിയ ശരീരം നമ്മളെ നരകത്തിലേക്ക് അടുപ്പിക്കുമ്പോഴേക്കും നമ്മുടെ ഈ ശരീരം മൊത്തം ഒഴുകിപ്പോയിട്ടുണ്ടാവും. അത്രയേ ഉള്ളൂ നമ്മുടെ ശരീരം. അത്രയും കഠിനമാണ് നരകത്തിന്റെ ശിക്ഷ. നബി പഠിപ്പിച്ചു തന്നിട്ടില്ല, ഈ ദുനിയാവിലെ ഏറ്റവും കാഠിന്യമേറിയ തീയുടെ 70 ഇരട്ടിയാണ് നരകത്തിലെ തീയുടെ ചൂട്. 70 ഇരട്ടിയാണ്. നമ്മൾ ശ്രദ്ധിക്കണം, വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മൾക്ക് ഇന്നൊരു ചെറിയൊരു മെഴുകുതിരി അല്ലെങ്കിൽ ചെറിയൊരു ലൈറ്ററും മറ്റുമൊക്കെ നമ്മുടെ കയ്യിൽ അടുപ്പിലേക്ക് കൈ തട്ടിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ഉണ്ടാവുന്ന പൊള്ളലും വേദനയും നമുക്ക് സഹിക്കാൻ പറ്റാത്ത നമ്മൾ എങ്ങനെയാണ് ഇത്രയും വേദനയേറെ ശിക്ഷ സഹിക്കാൻ പോകുന്നത്? അത് മാത്രമല്ല, ഈ ശിക്ഷകൾ അവിടെ അതിനൊരു ചെറിയൊരു റെസ്റ്റ് പോലുമില്ല. ശിക്ഷകൾ ഏൽപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. കഠിനമായ ശിക്ഷകൾ, വേദനയേറിയ ശിക്ഷകൾ അയാൾ അനുഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. വർഷങ്ങൾ കഴിഞ്ഞു പോകും, മാസങ്ങൾ കഴിഞ്ഞു പോകും, ദിവസങ്ങൾ കഴിഞ്ഞു പോകും. എന്നാൽ ഈ ശിക്ഷ കുറയുന്നില്ല, അവസാനിക്കുന്നില്ല. ഈ ശിക്ഷ തുടർന്നു കൊണ്ടേയിരിക്കുകയാണ്. ഈ ശിക്ഷ നൽകുന്ന മലക്കുകൾ, ദുനിയാവിലെ ശിക്ഷകൾ നൽകുന്ന അധികാരികൾ, അതിന്റെ ശിക്ഷയുടെ ആളുകൾ, അവരൊന്ന് റെസ്റ്റ് എടുക്കുന്ന പോലെ ഈ മലക്കുകൾ റെസ്റ്റ് എടുക്കുന്ന പോലുമില്ല. ശിക്ഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഈ ശിക്ഷ ഏറ്റ് അവന്റെ തീ തട്ടി അവന്റെ തൊലി ഒഴുകുമ്പോൾ വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും തൊലിയിട്ട് കൊടുക്കണം. കാരണം തൊലി ഉണ്ടെങ്കിലേ വേദന അറിയുകയുള്ളൂ. തീപിടുത്തം പറ്റിപ്പോയിട്ടുള്ള, അതിൽ പെട്ടുപോയിട്ടുള്ള ആളുകളോട് ചോദിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും. കാരണം തീ പിടിച്ച് തൊലി ഉരുകുന്നത് വരേക്കും പിന്നെ അവർ വേദന അറിയുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വേദന അനുഭവിക്കാൻ കഴിയില്ല. കാരണം എന്താ? ഒരു ശരീരത്തിലേക്ക് വേദന എത്തിക്കുന്നത് തൊലിയാണ്. ഈ തൊലി അത് ഉരുകി പോകുന്നതിനനുസരിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവരെ തൊലി ഇട്ട് കൊടുത്തുകൊണ്ടേയിരിക്കും. മലക്കുകൾ അവരെ ശിക്ഷിച്ചു കൊണ്ടേയിരിക്കും. അവർക്ക് ക്ഷീണം വരികയില്ല. അവർ ആ ശിക്ഷ ഒരു സെക്കൻഡ് പോലും നിർത്തുകയില്ല, കുറയ്ക്കുകയില്ല. നരകവാസികൾ ഈ ശിക്ഷ അനുഭവിച്ച് അവർ അതിൽ കരഞ്ഞ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ പഠിപ്പിക്കുന്നതായി കാണാം. ഒരു നരകവാസി കരയുന്ന കരച്ചിൽ, ആ കണ്ണുനീരിൽ മാത്രം ഒരു കപ്പൽ ഓടിക്കാൻ സാധിക്കുന്ന അത്രയും ഒരു നരകവാസി കരയും. അത്രയും കരഞ്ഞ് കണ്ണുനീര് കഴിയുമ്പോൾ ചോര കരയാൻ തുടങ്ങും. ഈ ശിക്ഷകൾക്കിടയിൽ ആകെ ഒരു അവന് ആശ്വാസം എന്ന് പറയാൻ പറ്റുന്ന ഒരു കാര്യം അവിടെ കിട്ടുന്നില്ല. തണുത്തൊരു കാറ്റോ ഒരു ദാഹം മാറാൻ പറ്റുന്ന ഒരു വെള്ളമോ ഒന്നും അവിടെ കിട്ടുന്നില്ല. അവൻ ചോദിക്കുമ്പോൾ അവൻ അവിടെ നിന്ന് ആകെ കിട്ടുന്ന പാനീയം, ആ പാനീയം അവൻ കുടിച്ചാൽ, ഹദീസുകൾ കാണാം നരകക്കാർക്ക് കൊടുക്കുന്ന പാനീയത്തിന്റെ അവസ്ഥ. ആ പാനീയത്തിന് ഒരു തുള്ളി ഈ ദുനിയാവിൽ വീണ് കഴിഞ്ഞാൽ ഈ ദുനിയാവിൽ ഒരു ജീവിക്കും ജീവിക്കാൻ സാധിക്കില്ല. അത്രയും വൃത്തികെട്ട പാനി,
അത്രയും വിഷം കൂടിയ പാനി, അത്രയും ദുർഗന്ധമുള്ള പാനി. ഇതാണ് നരകക്കാരന് ആകെ കുടിക്കാൻ കിട്ടുന്നത്. ഇതല്ലാതെ അവനൊന്നും കിട്ടുന്നില്ല കുടിക്കാൻ. ഇതാണ് നരകക്കാരന്റെ പാനീയത്തിന്റെ അവസ്ഥയെങ്കിൽ അവന്റെ ശിക്ഷയുടെ കാഠിന്യം എത്രയായിരിക്കും? നമ്മൾ ചിന്തിച്ചു നോക്കണം. നരകക്കാരുടെ ശിക്ഷകളുടെ ഏറ്റവും ചെറിയ ശിക്ഷ ഹദീസിൽ പഠിപ്പിച്ചിരുന്നത് ഒരു തീ കൊണ്ടുള്ള ചെരുപ്പാണ്. ഈ ചെരുപ്പ് നമ്മൾ ധരിക്കുക കാലിന്റെ അടിയിലാണ്, കാൽപാദത്തിന്റെ കീഴിലാണ്. പക്ഷെ ഈ ചൂടിന്റെ കാഠിന്യം കാരണം ഇവന്റെ തലച്ചോറ്, തലയോട്ടിക്കുള്ളിലുള്ള തലച്ചോറ് പോലും തിളച്ചു മറിയും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്നു. ചിന്തിച്ചു നോക്കി, നമ്മുടെ കാൽപാദത്തിനടിയിൽ തീ കത്തിച്ചിട്ട് ആ തീയുടെ കാഠിന്യം കൊണ്ട് നമ്മുടെ തലയോട്ടിക്കകത്തുള്ള തലച്ചോറ് തിളച്ചു മറിയെങ്കിൽ, തീയുടെ ചൂട് ഇവിടം വരെ എത്തുമെങ്കിൽ, പിന്നെ നമ്മുടെ കാലിനും തലയ്ക്കും അടിയിൽ എന്താണ് ഇവരെ തിളയ്ക്കാതിരിക്കുക? വീട്ടിലുള്ള ഉമ്മമാരോട് ചോദിച്ചാൽ മനസ്സിലാവും. ഒരു പാത്രത്തിൽ ഏറ്റവും മുകളിലുള്ള ഭാഗം തിളച്ചു മറിയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അതിനിടയിലുള്ളതെല്ലാം തിളയ്ക്കുന്നുള്ളതാണ്. നമ്മുടെ തലയൊട്ടിക്കകത്തുള്ള തലച്ചോറ് ആ ചെരുപ്പ് ധരിക്കുമ്പോൾ തിളയ്ക്കുന്നുണ്ടെങ്കിൽ ആ ശരീരത്തിൽ പിന്നെ തിളയ്ക്കാത്തതായി ഒന്നും ബാക്കിയില്ല. ഇതാണ് നരകത്തിൽ ഏറ്റവും ലഘുവായ ശിക്ഷ. അവന്റെ തലച്ചോറ് തിളച്ചു മറിഞ്ഞ് അത് ഉരുകി പോകുമ്പോഴൊക്കെ തലച്ചോറ് പഴയ രൂപത്തിലാക്കപ്പെടാം, ആ തൊലി വീണ്ടും പഴയ രൂപത്തിൽ നിശ്ചയിക്കപ്പെടാം. ഇവൻ ഈ വേദന സഹിച്ചുകൊണ്ടേയിരിക്കും. ഇവൻ മരിക്കുന്നില്ല, ഞാനൊന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ എന്നവൻ ആശിച്ചു പോവാണ്. എന്നൊന്ന് മരിപ്പിച്ചു തരണം അവൻ റബ്ബിനോട് അവിടെ നിന്ന് ആവശ്യപ്പെടുകയാണ്. അവൻ മരിക്കാൻ സാധിക്കുന്നില്ല. അവൻ ആ ശിക്ഷയൊന്ന് വല്ലപ്പോഴും കുറച്ചു തരണം എന്ന് പറയുമ്പോൾ അവനോട് തിരിച്ചു പറയുന്ന ഒരു വാക്കുണ്ട്, നിങ്ങൾ അനുഭവിച്ചോളാം, നിങ്ങൾക്ക് ശിക്ഷയല്ലാതെ ഒന്നും ഇവിടെ വർദ്ധിപ്പിച്ചില്ല, വേറൊന്നും ഇവിടെ വർദ്ധിപ്പിച്ചു തരാൻ പോകുന്നില്ല എന്ന് നരകക്കാരോട് പറയുന്ന ഒരു സന്ദർഭം നമ്മൾ ആലോചിച്ച് നോക്കുക. നമ്മൾ ഈ നരകത്തിലേക്ക് എത്തപ്പെടുകയാണെങ്കിൽ നമ്മളെക്കാൾ നഷ്ടക്കാർ പിന്നെ ആരുണ്ട്? നമ്മുടെ ഈ ദുനിയാവിൽ നമുക്കൊന്നും ഇല്ലാതിരിക്കാം, ആരും നമ്മളെ പരിഗണിച്ചിട്ടില്ലായിരിക്കാം, കുടുംബത്തിൽ എല്ലാവരും ഒറ്റപ്പെടുത്തിയിട്ടുണ്ടായിരിക്കാം, നാട്ടുകാരൻ നമ്മളെ പരിഹസിക്കുന്നുണ്ടായിരിക്കാം. പക്ഷേ അതിനേക്കാളും ഒക്കെ നമുക്കൊരിക്കലും സഹിക്കാൻ പറ്റാത്ത വേദനയാണ് നരകത്തിലുള്ളത്. അതുകൊണ്ടാണ് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ദുനിയാവിലെ എല്ലാ സുഖസൗകര്യങ്ങളും കിട്ടിയവരാണ്, എല്ലാ ആസ്വാദനങ്ങളും കിട്ടിയവരാണ്, അവനെ ഖിയാമത്ത് നാളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ ഒന്ന് മുക്കിയെടുക്കും. കണ്ണടച്ച് തുറക്കുന്ന നേരം മാത്രം അവനെ നരകത്തിൽ ഒന്ന് മുക്കിയെടുത്ത് കഴിഞ്ഞതിന് ശേഷം അല്ലാഹു അവനോട് ചോദിക്കും, നീ ദുനിയാവിൽ എന്തെങ്കിലും ആസ്വദിച്ചിട്ടുണ്ടോ? പറയും, ഇല്ല റബ്ബേ, ഞാൻ ഒന്നും ആസ്വദിച്ചിട്ടില്ല. ദുനിയാവിൽ എനിക്ക് ഒരു സുഖ സൗകര്യം കിട്ടിയിട്ടില്ല. കാരണം ആ ഒരൊറ്റ സെക്കൻഡ് കൊണ്ട് അവൻ എല്ലാം മറന്നുപോകും. ഇത്രയുള്ള ഈ ദുനിയാവ് ഇത്രയുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം ഈ ദുനിയാവിന്റെ യാഥാർത്ഥ്യം. ഈ ദുനിയാവൊന്നും നിലനിൽക്കുന്നതല്ല. ഈ ദുനിയാവ് നമ്മളെ ഒരിക്കലും ശാശ്വതനാക്കുകയില്ല. ഈ ദുനിയാവിന്റെ ഫലപളപ്പ് നമ്മളെ വഞ്ചിക്കരുത്, നമ്മൾ അതിൽ വഞ്ചിതരായി പോകരുത്. ഈ ദുനിയാവ് ഒരാളെയും ശാശ്വതനാക്കിയിട്ടില്ല. നിങ്ങൾക്കറിയില്ലേ നബിമാരുടെ ചരിത്രങ്ങൾ? ഏറ്റവും ശക്തിമത്തായ, ഏറ്റവും കഴിവുകളുണ്ട ഇന്നത്തെ ശാസ്ത്രലോകം പോലും അമ്പരന്ന് നിൽക്കുന്ന എങ്ങനെയാണ് ഇത് ഉണ്ടാക്കി വെച്ചത് എന്ന് അവർക്ക് അതിന്റെ രഹസ്യം മനസ്സിലാക്കാൻ പറ്റാത്ത എത്ര നിർമ്മിതികളാണ്, സ്ട്രക്ചറുകളാണ് ആയിരക്കണക്കിന് വർഷങ്ങൾ മുമ്പ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. ഇന്നത്തെ എഞ്ചിനീയർമാർക്ക് പോലും അതിന്റെ ഐഡിയ മനസ്സിലാക്കാൻ പറ്റാത്ത അത്രയധികം സൗകര്യങ്ങളും ടെക്നോളജികളും ഉള്ള ഈ കാലത്ത് പോലും അത് മനസ്സിലാക്കാൻ സാധിക്കാത്ത കാര്യങ്ങൾ എത്രയോ കഴിഞ്ഞു പോയിട്ടില്ലേ? അവരെത്ര വലിയ കഴിവുള്ള ആളുകളായിരിക്കും, എത്ര ശക്തിമത്തായ ആളുകളായിരിക്കും. സ്വന്തം തങ്ങളുടെ കൈകൾ കൊണ്ട് മാത്രം മലകൾ തുരന്ന ആളുകളുണ്ട് ചരിത്രത്തിൽ. അത്രയും ശക്തിമത്തായ ആളുകളുണ്ട്. മലകൾ തുരന്ന് ആ മലകളെ വീടാക്കി മാറ്റി മലകൾ തുരന്ന് അതിനുള്ളിൽ വാസസ്ഥലം നിർമ്മിച്ച ആളുകൾ ചരിത്രത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരോട് ശക്തിയുള്ള ആരാ ഉള്ളത് ഈ ദുനിയാവിൽ ഇന്നുള്ളത്? ആരുമില്ല. നമ്മൾക്ക് എത്ര ശക്തി ഉണ്ടെങ്കിലും, എത്ര അധികാരമുണ്ടെങ്കിലും, എത്ര സമ്പത്തുണ്ടെങ്കിലും, എത്ര സൗന്ദര്യം ഉണ്ടെങ്കിലും ഇതൊന്നും നമ്മുടെ ഈ ഭൂമിയിൽ ശാശ്വതനാക്കുന്നില്ല. നമ്മളത് മരിക്കാതിരിക്കാനുള്ള തടസ്സമാക്കുന്നില്ല. നമ്മൾക്ക് എന്തൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മരണപ്പെടുക തന്നെ ചെയ്യും. ഒരാളും മരിക്കാതിരിക്കുന്നില്ല. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്. ഓരോ നഫ്സും മരണം രുചിക്കുക തന്നെ ചെയ്യും. ഏറ്റവും വലിയ യാഥാർത്ഥ്യമായ ഈ മരണം അത് നമ്മളിലേക്ക് വന്നെത്തുന്നതിന് മുമ്പ് നാം ഓരോരുത്തരും ആ മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുകയും ആ മരണം നമ്മളിലേക്ക് വന്നെത്തിക്കഴിഞ്ഞാൽ ഈ ഒരു അറ്റമില്ലാത്ത ജീവിതം, ആ ജീവിതത്തിൽ നേരിടാൻ പോകുന്ന പ്രയാസങ്ങൾ, അതിൽ നിന്ന് ഒരു സംരക്ഷണം നമ്മൾ സ്വീകരിക്കുകയും ചെയ്യുക എന്നുള്ളത് ബുദ്ധിയുള്ള ആളുകളുടെ ലക്ഷണമാണ്.
അവരൊരിക്കലും, ബുദ്ധിയുള്ള ആളുകൾ ഒരിക്കലും ഈ ദുനിയാവിന്റെ പളപളപ്പിൽ വഞ്ചിതരായി പോയിട്ടില്ല ചരിത്രത്തിൽ ഒരിക്കലും. നമ്മളെപ്പോലെ 100 വർഷം മാത്രമല്ല 1000 വർഷങ്ങൾ ജീവിച്ച ആളുകൾ പോലും ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ട്. അവരാരും അവരുടെ ആ 1000 വർഷം എന്ന നീണ്ട ആയുസ്സിൽ വഞ്ചിതരായി പോയിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ജീവിതം അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ അറ്റമില്ലാത്ത ജീവിതത്തിലേക്ക് തയ്യാറെടുക്കാനുള്ള ഒരു തയ്യാറെടുത്ത സ്ഥലം മാത്രമാണ്. അങ്ങനെ തയ്യാറെടുത്ത ബുദ്ധിയുള്ള ആളുകൾ, അതിന്റെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ ആളുകൾ, അവർക്ക് ആ ജീവിതത്തിൽ ഉള്ള സുഖസൗകര്യങ്ങളുടെ അളവ് അത് അളവില്ലാത്തതാണ്, കണക്കാക്കാൻ സാധിക്കാത്തത്. അല്ലേ? സ്വർഗം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള ആ അനുഗ്രഹങ്ങളുടെ ഭവനം, അവിടെ ഇല്ലാത്ത അനുഗ്രഹങ്ങളില്ല. ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തതും, ഒരു ചെവിയും കേട്ടിട്ടില്ലാത്തതും, ഒരു ഹൃദയത്തിനും അവന്റെ ഭാവനയിൽ കൊണ്ടുവരാൻ സാധിക്കാത്തത്രയും അനുഗ്രഹങ്ങൾ ഈ ദുനിയാവിൽ ആ ആഖിറത്തിന് വേണ്ടി ജീവിച്ച ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു ഒരുക്കി വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സ്വർഗത്തിൽ ഏറ്റവും അവസാനം പ്രവേശിക്കുന്ന, ശ്രദ്ധിക്കണം, സ്വർഗത്തിൽ ഏറ്റവും മുകളിലുള്ള പദവിയുള്ള ആൾക്കല്ല, ഏറ്റവും വലിയ പദവിയിലെത്തുന്ന നബിമാർക്കും റസൂൽമാർക്കും അല്ല, സ്വർഗത്തിൽ ഏറ്റവും അവസാനം പ്രവേശിക്കുന്ന ഏറ്റവും താഴത്തെ പദവിയുള്ള ആൾ, അയാളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും, നീ ആഗ്രഹിക്കും. അവനോട് അല്ലാഹു കൽപ്പിക്കണം, ആഗ്രഹിക്കാൻ കൽപ്പിക്കും. അപ്പൊ അവന്റെ ആഗ്രഹങ്ങളെല്ലാം അവൻ ആഗ്രഹിക്കും. ആ ആഗ്രഹങ്ങളൊക്കെ പൂർത്തിയായി അവൻ ആഗ്രഹിച്ച് കഴിയുമ്പോൾ റബ്ബ് അവനോട് വീണ്ടും പറയും, നീ ഇനിയും ആഗ്രഹിക്കും, നീ ആഗ്രഹിച്ചതെല്ലാം നിനക്കുണ്ട്. അപ്പൊ അവന്റെ ആഗ്രഹങ്ങൾ കഴിഞ്ഞു, അവൻ എന്താ ആഗ്രഹിക്കാൻ? പക്ഷെ അവൻ ഇനിയും ആഗ്രഹിക്കും, പലതും ഉണ്ടാക്കി ആഗ്രഹിക്കും. അങ്ങനെ ആഗ്രഹിച്ച് അതും കഴിയുമ്പോൾ വീണ്ടും റബ്ബ് അവനോട് പറയും, ഇനിയും നീ ആഗ്രഹിക്കും. അങ്ങനെ അവൻ വീണ്ടും അവന് സാധിക്കാത്ത, അവന്റെ ചിന്തയിൽ കൊണ്ടുവരാൻ പറ്റാത്ത, അവന്റെ കഴിവിന്റെ പരമാവധി പലതും അവൻ ഉണ്ടാക്കി ആഗ്രഹിക്കും. അങ്ങനെ റബ്ബിനോട് പറയും, ഞാൻ ആഗ്രഹിച്ചു റബ്ബേ എന്ന് പറയുമ്പോൾ റബ്ബ് അവനോട് പറയാ, നീ ആഗ്രഹിച്ചതും അതിന്റെ 10 ഇരട്ടി നിനക്കുണ്ട്. ഇത് സ്വർഗത്തിൽ ഏറ്റവും അവസാനം പ്രവേശിക്കുന്ന ആൾക്കുള്ളതാണ്. അവന്റെ സ്വന്തം സ്ഥലമായി, അവന്റെ സാമ്രാജ്യമായി അവന് നിശ്ചയിക്കപ്പെടുന്ന സ്ഥലം, നിശ്ചയിച്ചു കൊടുക്കപ്പെടുന്ന സ്ഥലം, അതിന്റെ വ്യാപ്തി ഹദീസുകളിൽ കാണാം. ഈ ദുനിയാവ് മൊത്തം അതിന്റെ 10 ഇരട്ടിയാണ്. ഈ ദുനിയാവിന്റെ മൊത്തം കണക്ക് കൂട്ടിയാൽ എത്ര ഉണ്ടാകുമോ അതിന്റെ 10 ഇരട്ടിയാണ് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ഏറ്റവും അവസാനത്തെ ആൾക്കുള്ളതെങ്കിൽ ആദ്യം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആൾക്കുള്ള അവസ്ഥ എന്തായിരിക്കും? അവിടെ വിശക്കുന്നില്ല, ദാഹിക്കുന്നില്ല, ക്ഷീണം വരുന്നില്ല, രോഗം വരുന്നില്ല, വയസ്സാകുന്നില്ല, മരിക്കുന്നില്ല. അവിടെ എന്നും ആസ്വാദനങ്ങളിൽ തന്നെയാണ്. ആ ആസ്വാദനങ്ങൾക്ക് ഒരു കുറവും അവിടെ സംഭവിക്കുന്നില്ല. ഒന്നും മുറിഞ്ഞു പോകുന്നില്ല, ഒന്നും കുറഞ്ഞു പോകുന്നില്ല. അവിടെയുള്ള ആസ്വാദനങ്ങൾക്ക് ഒരു കുറവും ഒരു കാലത്തും സംഭവിക്കുന്നില്ല. അവൻ ആ ആസ്വാദനങ്ങളിൽ തന്നെയാണ്. അല്ലേ? സ്വർഗത്തിലെ ആസ്വാദനങ്ങൾ പെട്ട ഒരു കാര്യമാണ് ഹൂർലിങ്ങൾ. അവരെ പറ്റി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരുന്ന ഹദീസുണ്ട്. എന്താണ്? അവരിൽപ്പെട്ട ഒരാൾ ഈ ദുനിയാവിലേക്ക് എത്തി നോക്കിക്കഴിഞ്ഞാൽ, ദുനിയാവിലേക്കുന്നവർ എത്തി നോക്കിക്കഴിഞ്ഞാൽ, അവരൊന്ന് എത്തി നോക്കിയാൽ തന്നെ എന്തായി? ഈ ദുനിയാവിലെ രാത്രി പകരാവും. അതാണ് അവിടുത്തെ ആളുകളുടെ അവസ്ഥ. ഏറ്റവും അവസാനം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുടെ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച് തരുമ്പോൾ, അയാളുടെ സ്വർഗത്തിലെ സ്ഥലത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അയാൾ ഒരു പ്രത്യേക രൂപത്തെ കാണുന്നുണ്ട്, ഒരു മനുഷ്യ രൂപത്തെ പോലത്തെ രൂപം. ആ രൂപത്തെ കണ്ട് അതിന്റെ ഭംഗി കണ്ട് അതിശയിച്ച് ഇയാൾ അറിയാതെ അതിന് സുജൂദ് ചെയ്തു പോവുകയാണ്. അപ്പൊ ഈ രൂപം ഇയാളെ പിടിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. താങ്കൾ എന്താണ് ചെയ്യുന്നത്? അപ്പൊ ഈ മനുഷ്യ സ്വർഗവാസി ആ രൂപത്തോട് പറയണം, നീ അല്ലാഹു അല്ലയോ? അപ്പൊ ആ രൂപം തിരിച്ച് സ്വർഗവാസിയോട് പറയുന്നുണ്ടെന്നറിയോ? താങ്കളുടെ സ്വർഗത്തിലെ പരിചാരകരുടെ കാര്യസ്ഥനാണ് ഞാൻ. താങ്കളുടെ സ്വർഗത്തിലെ താങ്കൾക്കുള്ള വേലക്കാർ, പരിചാരകന്മാർ, അവർക്ക് അള്ളാഹു നിശ്ചയിച്ച കാര്യസ്ഥൻ, അവരുടെ PA, മാനേജർ, ആ മാനേജറാണ് ഞാൻ എന്നെന്ത് ചെയ്യാണ് ആ വ്യക്തി സ്വർഗവാസിയോട് പറയാം. നമ്മൾ ചിന്തിച്ചു നോക്കാം. ഈ സ്വർഗം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലെ ആ ഒരു മുന്തിരിക്കൊലയെ പറ്റി പഠിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയോ? ഞാനെങ്ങാനും അത് പറിച്ചെടുത്തിരുന്നെങ്കിൽ സ്വഹാബത്തെ, നിങ്ങൾക്ക് ഖിയാമത്ത് നാളാകുവരോ, നിങ്ങൾ ലോകം അവസാനിക്കുവോളം നിങ്ങൾ അതിൽ നിന്ന് കഴിച്ചാലും അത് തീരാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരു മുന്തിരിക്കൊലയാണ് സ്വർഗത്തിലെ മുന്തിരിക്കൊല. നമ്മൾ ചിന്തിക്കുന്നത് പോലെയല്ല. നമ്മൾ നദികൾ എന്ന് പറയുമ്പോൾ, പഴങ്ങൾ എന്ന് പറയുമ്പോൾ, അവിടുത്തെ മറ്റ് സുഖസൗകര്യങ്ങളെ പറ്റി പറയുമ്പോൾ, പരവതാനികളെ പറ്റിയും കട്ടിലുകളെ പറ്റിയും ഒക്കെ നമ്മൾ പറയുമ്പോൾ, നമ്മൾ ഒരിക്കലും ഈ ദുനിയാവിലെ അനുഗ്രഹങ്ങളുമായി കമ്പയർ ചെയ്യരുത്. ഇവിടുത്തെ പഴങ്ങളല്ല അവിടുത്തെ പഴങ്ങൾ. നമുക്ക് മനസ്സിലാകാൻ വേണ്ടി പേരുകൾ പറഞ്ഞതും മാത്രം. ഇവിടത്തേതും അവിടത്തേതും കമ്പാരിസൺ വരുന്നത് പേരുകളിൽ മാത്രമാണ്. വിശേഷണങ്ങളിൽ ഒരിക്കലും അതുമായി യോജിക്കുകയില്ല, ഒരിക്കലും യോജിക്കുകയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹൗദിൽ നിന്ന്, അവിടുത്തെ ഹൗദുൽ കൗസറിൽ നിന്ന് അവിടുത്തെ വിശ്വസിച്ച ആളുകൾക്ക് ഒരു തുള്ളി വെള്ളം കോരി കൊടുത്താൽ ആ വെള്ളം നമ്മൾ കുടിച്ചു കഴിഞ്ഞാൽ
പിന്നെ നമ്മൾക്ക് ഒരു കാലത്തും ദാഹിക്കുന്നില്ല. പാലിനേക്കാൾ വെളുത്ത, തേനിനേക്കാൾ മധുരമുള്ള, കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ള ആ പാനീയം നമ്മൾ കുടിക്കുന്നതോടുകൂടെ പിന്നെ നമ്മൾ ഒരിക്കലും ദാഹിക്കുന്നില്ല. പിന്നെ നമ്മൾ സ്വർഗത്തിൽ കുടിക്കുന്നതും തിന്നുന്നതൊന്നും ദാഹിച്ചിട്ട് കുടിക്കുന്നതല്ല, വിശന്നിട്ട് കഴിക്കുന്നതല്ല. നമ്മൾ സ്വർഗത്തിൽ ആസ്വദിക്കാൻ വേണ്ടിയിട്ടാണ്. സ്വർഗം എന്ന് പറഞ്ഞാൽ ആസ്വാദനത്തിന്റെ സ്ഥലമാണ്. നമ്മൾക്ക് അവിടെ എന്തും ചെയ്യാം, എന്തും കഴിക്കാം, എങ്ങോട്ടും പോകാം, നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും പറയാം, ആരും ചോദ്യം ചെയ്യില്ല. ഇങ്ങനെ ചെയ്യാവോ, ഇതേ പറയാവോ, അങ്ങനെയൊന്നും അവിടെ ഒരു നിയമപരിധികളൊന്നുമില്ല. അങ്ങനെയുള്ള ആസ്വാദനത്തിന്റെ സ്ഥലമാണ് സ്വർഗം. നമ്മൾ ശ്രദ്ധിക്കണം. ഈ സ്വർഗമാണ് നമ്മൾ ഓരോരുത്തരുടെയും ലക്ഷ്യമായി നമ്മുടെ കണ്ണിലും ഹൃദയത്തിലും വേണ്ടത്. ഈ സ്വർഗത്തിലേക്കാണ് നമ്മൾക്ക് പോകേണ്ടത്. നമുക്ക് ഓരോരുത്തരും ഈ സ്വർഗത്തിൽ എത്തിപ്പെടാൻ നമ്മൾക്ക് ആഗ്രഹം വേണ്ടത്. ഈ ദുനിയാവിൽ കുറച്ചു കാലം മദ്യപാനം ഒഴിവാക്കി നിർത്തുന്നത് അവിടെ കാലാകാലം മദ്യപിക്കാനാണ്. ഇവിടെ നമ്മൾക്കുള്ള ആഗ്രഹങ്ങളും ആസ്വാദനങ്ങളും നമ്മൾ വേണ്ടത് വെക്കുന്നത്. നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ആത്യന്തിക ലക്ഷ്യമായ ആ സ്വർഗത്തിലേക്ക് എത്തുക എന്നതായിരിക്കണം നമ്മുടെ ഓരോരുത്തരുടെയും ലക്ഷ്യം. അതിന് തടസ്സമാകുന്ന ഒന്നും നമ്മൾക്ക് ഈ ദുനിയാവിൽ വേണ്ടെന്ന് വെക്കാൻ നമുക്ക് ആർജവം ഉണ്ടായിരിക്കണം. അത് ബന്ധങ്ങളായിക്കോട്ടെ, അധികാരങ്ങളായിക്കോട്ടെ, സൗകര്യങ്ങളായിക്കോട്ടെ, മറ്റെന്ത് ദുനിയാവിന്റെ നേട്ടങ്ങളായിക്കോട്ടെ, ലാഭങ്ങളായിക്കോട്ടെ, നമുക്ക് ആ സ്വർഗത്തിലേക്ക് നമ്മുടെ ആ ആത്യന്തിക ലക്ഷ്യം നേടിപ്പിടിക്കാൻ അത് തടസ്സമാകുമെങ്കിൽ നമുക്കത് വേണ്ടെന്ന് വെക്കാനുള്ള ആർജവം വേണം. എന്തായിക്കോട്ടെ, നമുക്ക് എന്ത് നഷ്ടപ്പെട്ടാലും നമ്മുടെ ആ ആത്യന്തിക ലക്ഷ്യം നമ്മൾക്ക് ആ സ്വർഗം നഷ്ടപ്പെട്ടുകൂടാ. നമുക്ക് ആ സ്വർഗത്തിൽ പ്രവേശിക്കാൻ പറ്റാത്തവരെ നമ്മൾ മാറിക്കൂടാ. ഈ വാശി നമുക്ക് വേണം. ഈ ദുനിയാവിൽ നമ്മൾ ആരാലും പരിഗണിക്കപ്പെടാത്തവരായി പോയാൽ, എല്ലാവരും നമ്മളെ ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും നമ്മളെ പരിഹസിച്ചാലും നമ്മളെ എങ്ങനെ ഏത് രൂപത്തിൽ വിശേഷിപ്പിച്ചാലും നമ്മൾക്ക് ആ സ്വർഗം നഷ്ടമാകരുത് എന്ന ഉറച്ച വാശി നമുക്ക് വേണം, ഉറച്ച തീരുമാനം നമുക്ക് വേണം, ആ ഒരു ബോധ്യം നമുക്ക് വേണം. അതിന് നഷ്ടമാകുന്ന ഒന്നും നമുക്ക് വേണ്ടെന്ന് വെക്കാൻ സാധിക്കും. ഒന്നും വേണ്ട. നമ്മുടെ അധികാരങ്ങൾ നമുക്കതിന് തടസ്സമാണെങ്കിൽ ആ അധികാരം നമുക്ക് വേണ്ട. നമ്മുടെ ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ നമുക്കതിന് തടസ്സമാണെങ്കിൽ ആ സുഖസൗകര്യങ്ങൾ നമുക്ക് വേണ്ട. നമ്മുടെ സ്വർഗപ്രവേശനത്തിൽ നമ്മുടെ ചില ബന്ധങ്ങൾ, മറ്റു പല കാര്യങ്ങളും അത് തടസ്സമാകുമെങ്കിൽ നമുക്ക് ആ ബന്ധങ്ങൾ വേണ്ട. എന്തൊരു കാര്യം നമുക്കതിന് തടസ്സമാകുന്നുണ്ടോ നമുക്കത് വേണ്ടെന്ന് വെക്കാൻ പറ്റണം. അതാണ് യഥാർത്ഥ ബുദ്ധിമാൻ. നമ്മൾ സൃഷ്ടിക്കപ്പെട്ട ലക്ഷ്യം അതാണ്. അത് പൂർത്തീകരിക്കുന്നവനാണ് അവന്റെ ജീവിതത്തിന്റെ ലക്ഷ്യം പൂർത്തീകരിച്ചത്. എന്നാൽ അത് മറന്ന് മറ്റു പല കാര്യങ്ങളിലേക്ക് തിരിഞ്ഞ് അവൻ എന്തിനു സൃഷ്ടിക്കപ്പെട്ടുവോ എന്ന് പോലും അറിയാതെ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി അവന്റെ ഈ ജീവിതം കുറച്ചു തീർക്കുന്ന ഒരാൾ, അവൻ എങ്ങനെയാണ് ബുദ്ധിയുള്ളവനാവുക? അവൻ എങ്ങനെയാണ് ലാഭം ലഭിച്ചവനാവുക? അവൻ ഈ ദുനിയാവ് മുഴുവൻ കിട്ടിയതെന്ന് വെക്കുക. എന്നിട്ട് എന്താ സംഭവം? അതിന്റെ അവസാനം എന്താ? അവൻ മരണപ്പെട്ടു പോകും. 3 തുണിക്കഷ്ണത്തിലായി 6 അടി മണ്ണിൽ അവൻ അടക്കപ്പെടും. അവരുടെ ഇടങ്ങളിലേക്ക് നിങ്ങൾ പോയി നോക്കുന്നില്ലേ? ഭംഗിയുള്ളവരെയും ഭംഗിയില്ലാത്തവരെയും പണക്കാരനെയും പണിക്കാരനെയും നിങ്ങൾക്ക് വേർതിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? എല്ലാവരും ഒരേപോലെ മണ്ണിനടിയിലാണ്. ആരും അവന്റെ സമ്പത്തുമായി മണ്ണിനടിയിലേക്ക് പോയിട്ടില്ല. ഒരു അധികാരിയും അവന്റെ പ്രജകളുമായിട്ട് മണ്ണിനടിയിലേക്ക് പോയിട്ടില്ല. ഒരു പ്രിയതമനും തന്റെ പ്രിയതനെയും കൂട്ടി മണ്ണിനടിയിലേക്ക് പോയിട്ടില്ല. എല്ലാവരും ഒറ്റയ്ക്കാണ്. നമ്മൾ ശ്രദ്ധിക്കണം. നമ്മൾക്കും ഈ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞതിന് ശേഷം ചിന്തിക്കുന്നതിൽ അർത്ഥമില്ല. അല്ലേ? മരണപ്പെടുന്ന സമയത്ത് റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്തും സംഘവും വരുന്ന സമയത്ത് ആ മലക്കുകളെ കണ്ടുകൊണ്ട് കാണുന്ന ആ മാത്രയിൽ നമ്മൾക്ക് എല്ലാ കാര്യങ്ങളും തിരിച്ചറിയും. നമ്മൾ ആഖിറത്തിന് വേണ്ടി ജീവിക്കേണ്ടവരാണ്. ഈ ദുനിയാവ് നൈമിഷികമാണ്. ഇനി എനിക്ക് നരകവും സ്വർഗവും വരാനുണ്ട് എന്ന് നമ്മൾ അപ്പൊ തിരിച്ചറിയും. അപ്പൊ നമ്മൾ മാറാമെന്ന് ആഗ്രഹിക്കും. പക്ഷെ അപ്പൊ നമ്മൾ മാറിയിട്ട് കാര്യമില്ല. നിങ്ങൾക്കറിയില്ല ഫിറഔന്റെ ചരിത്രം. മൂസ അലൈഹിസ്സലാം എത്രയോ ദൃഷ്ടാന്തങ്ങൾ കാണിച്ചു കൊടുത്ത് അള്ളാഹു അംഗീകരിക്കാൻ ക്ഷണിച്ച് അതിന് കൂട്ടാക്കാതെ അദ്ദേഹത്തിന് ശത്രുവായി അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എതിരെ തിരിഞ്ഞ ഫിറഔൻ, ആ ഫിറഔൻ മൂസയെ പിടികൂടാൻ പിന്നാലെ വന്നപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല കടല് 2ആയി പിളർത്തുകയും മൂസ അലൈഹിസ്സലാം സംഘത്തെ രക്ഷപ്പെടുത്തുകയും ഫിറഔൻ ഈ കടലിൽ മുങ്ങിത്താഴുമെന്നായപ്പോ തിരമാലകൾ തന്റെ മുകളിലേക്ക് വന്നു വീഴാൻ ആരംഭിച്ചപ്പോ ഫിറഔൻ പറയുന്ന വാക്കെന്താ? ഞാനിതാ മൂസയുടെ റബ്ബിൽ വിശ്വസിച്ചിരിക്കുന്നു. മൂസയുടെയും ഹാറൂന്റെ റബ്ബിൽ ഞാനിതാ വിശ്വസിച്ചിരിക്കുന്നു. ആര്? ഫിറഔൻ പറയാം. ഏറ്റവും വലിയ ചരിത്രങ്ങളുടെ ഏറ്റവും വലിയ ധിക്കാരി പോലും തന്റെ കൺമുന്നിൽ മരണത്തെ കാണുമ്പോൾ അംഗീകരിക്കും സത്യം. ഷപ്പ് അംഗീകരിച്ചിട്ട് എന്താ കാര്യം? തിരിച്ചല്ല ചോദിക്കുന്ന ചോദ്യം എന്താ ഫിറഔനോട്? ഇപ്പോഴാണോ നീ പറയുന്നത്? ഇപ്പോഴാണോ അംഗീകരിക്കുന്നത്? ഇത്രയും കാലം നിനക്ക് നിന്റെ മുന്നിൽ ഈ വ്യക്തമായ ദൃഷ്ടാന്തങ്ങൾ കൊണ്ടുവന്ന് സമർപ്പിച്ചിട്ട് അതിലേക്ക് എന്റെ
പ്രവാചകൻ നിന്നെ അതിലേക്ക് ക്ഷണിച്ചിട്ട് നീ അത് അംഗീകരിക്കാതെ നിന്റെ കൺമുന്നിൽ മരണം വന്നിട്ട് നിൽക്കുന്ന ഈ നേരത്ത്, റൂഹ് പിടിക്കാൻ മലക്കുൽ മൗത്തും സംഘവും നിന്റെ അടുക്കലേക്ക് വന്നെത്തി ഈ സമയത്ത് ഇപ്പോഴാണോ അള്ളാഹ് ചോദിക്കാം. അപ്പൊ ഏതൊരാളും അംഗീകരിക്കും, ഏതൊരാൾക്കും നന്നാവാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പൊ നന്നായിട്ട് കാര്യമില്ല, മനസ്സിലാക്കണം. മരണപ്പെടുന്ന സമയത്ത്, റൂഹ് പിടിക്കപ്പെടുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും നന്നാകണമെന്നും സ്വർഗത്തിന് വേണ്ടി ഒരുങ്ങണമെന്നും ആഗ്രഹം വരും. പക്ഷേ ആ ആഗ്രഹം കാര്യമില്ല, ആ ആഗ്രഹം നമ്മൾക്ക് ഉപകരിക്കുകയില്ല. നമ്മൾക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉപകരിക്കണമെങ്കിൽ, സ്വർഗത്തിന് വേണ്ടിയുള്ള നമ്മുടെ പരിശ്രമങ്ങൾ നമ്മൾക്ക് പ്രയോജനപ്പെടണമെങ്കിൽ നമ്മൾ ഇപ്പൊ മാറണം. മരണം തൊണ്ടക്കുയിൽ എത്തുന്നതിന് മുമ്പ് നമ്മൾ മാറണം. അപ്പോഴല്ല നമുക്ക് നമ്മുടെ പ്രവർത്തനങ്ങൾ ഉപകരിക്കുകയില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു ലക്ഷ്യം, അതിനെ മാത്രം നമ്മുടെ ആത്യന്തിക ലക്ഷ്യമായി നിശ്ചയിച്ചുകൊണ്ട് ഈ ദുനിയാവിൽ ആ യാഥാർത്ഥ്യം മറന്നു പോകാതെ ജീവിക്കാൻ, ഈ ദുനിയാവിന്റെ പളപളപ്പിൽ സ്വയം മറന്നു പോകാതിരിക്കാനും ഒക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ഒരു ലക്ഷ്യം നമ്മൾ എങ്ങനെ പൂർത്തീകരിക്കണം, അതിനുള്ള വഴി എന്താണ്, അതിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ ദീൻ ഇസ്ലാമിൽ പഠിപ്പിച്ചു തരാനുണ്ട്. എങ്ങനെയാണ് സ്വർഗത്തിലേക്ക് എത്തുക? ആഗ്രഹമുള്ള എല്ലാവർക്കും സ്വർഗത്തിലേക്ക് എത്താൻ പറ്റുമോ? ഇല്ല. അതിന് ഒരു വഴിയുണ്ട്. സിറാത്തുൽ മുസ്തഖീം സൂറത്തുൽ ഫാത്തിഹയിൽ പഠിപ്പിച്ചെന്ന സ്വർഗത്തിലേക്ക് എത്തുന്ന ഒരേ ഒരു വഴി. ആ വഴി എന്താണ് ഇന്ന് ദീൻ ഇസ്ലാം കൃത്യമായി വിശദീകരിക്കുന്നുണ്ട്. അതിനെ സംബന്ധിച്ച് ഇൻഷാ അല്ലാഹ് ഇശാ നിസ്കാരത്തിന് ശേഷം സംസാരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും നമ്മുടെ ലക്ഷ്യം മറന്നു പോകാതിരിക്കാൻ, ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗം അത് റബ്ബ് സുബ്ഹാനഹു നമുക്ക് ഓരോരുത്തർക്കും എളുപ്പമാക്കി തരികയും അത് വ്യക്തമാക്കി തരികയും ചെയ്യുമാറാവട്ടെ. വാഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും ലിസാഇരിൽ മുഅ്മിനീൻ വസല്ലല്ലാഹു വസല്ലമ അലാ നബിയിനാ മുഹമ്മദ് വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. നാം ഓരോ മനുഷ്യന്റെയും ആത്യന്തിക ലക്ഷ്യം ഈ ഒരു നശ്വരമായ നൈമിഷികമായ ജീവിതമല്ലെന്നും, മറിച്ച് അറ്റമില്ലാത്ത, മരണമില്ലാത്ത, രോഗം വരാത്ത, വാർദ്ധക്യത്തിലേക്ക് പോകാത്ത ഒരു ജീവിതം, പരലോക ജീവിതം അവനെ കാത്തിരിക്കുന്നുണ്ടെന്നും നമ്മൾ സംസാരിക്കേണ്ടായി. ആ പരലോക ജീവിതത്തിൽ ഒരു പ്രയാസങ്ങളും നേരിടാതെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമുക്ക് ഓരോരുത്തർക്കും ആഗ്രഹമുണ്ടാകണം, ചിന്തയുണ്ടാകണം. നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. ആ ലക്ഷ്യത്തിന് തടസ്സമാകുന്ന എല്ലാ പ്രതിബന്ധങ്ങളും തടസ്സങ്ങളും നമ്മൾ വകഞ്ഞു മാറ്റി മുന്നേറണം. അതിന് തടസ്സമാകുന്ന നമ്മുടെ ആഗ്രഹങ്ങളെ നമ്മൾ മാറ്റിവെക്കണം. അതിന് ബുദ്ധിമുട്ടാകുന്ന, അതിന് ഭംഗം വരുത്തുന്ന മറ്റെല്ലാ ഇഷ്ടങ്ങളും നമ്മൾ വലിച്ചെറിയാൻ തയ്യാറാകണം. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, സ്വർഗം ആഗ്രഹിക്കുന്ന, സ്വർഗം ഇഷ്ടപ്പെടുന്ന, സ്വർഗം പ്രതീക്ഷിക്കുന്ന എല്ലാവർക്കും സ്വർഗത്തിലേക്ക് പോകാൻ സാധിക്കില്ല. ശ്രദ്ധിക്കണം. സ്വർഗപ്രവേശനത്തിന് സ്വർഗത്തിന്റെ ഉടമസ്ഥൻ ചില നിബന്ധനകൾ നിശ്ചയിച്ചിട്ടുണ്ട്. അതിലേറ്റവും ഒന്നാമത്തെ നിബന്ധന, അവൻ ലോകർക്ക് കാരുണ്യമായി നിശ്ചയിച്ച വമാ അർസൽനാക ഇല്ലാ റഹ്മതൻ ലിൽ ആലമീൻ, താങ്കളെ നാം ലോകർക്ക് കാരുണ്യമായിട്ടല്ലാതെ അയച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശേഷിപ്പിച്ച അവന്റെ അവസാനത്തെ പ്രവാചകനായ ലോകരക്ഷിതാവിന്റെ, ലോകർക്ക് എല്ലാവർക്കുമുള്ള ദൂതനായ മുഹമ്മദ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ നിബന്ധന. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ റസൂലായി വിശ്വസിക്കുകയും ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും അദ്ദേഹത്തിനെ കൃത്യമായി അവന്റെ ജീവിതത്തിൽ പൂർണ്ണമായും ഒരു മാതൃകയായി നിശ്ചയിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മൾക്ക് സ്വർഗപ്രവേശനത്തിന് ഒന്നാമത്തെ നിബന്ധന. എന്ന് വെച്ചാൽ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അംഗീകരിക്കാത്ത ഒരാൾ, അത് നമ്മൾ ശ്രദ്ധിക്കണം. മുസ്ലിമീങ്ങളിലേക്ക് മാത്രം അയക്കപ്പെട്ട ഒരു വ്യക്തിയല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുസ്ലിമീങ്ങളുടെ മാത്രം പ്രവാചകനല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് എന്ന് നബിയായി നിശ്ചയിക്കപ്പെട്ടുവോ അന്ന് മുതൽ ലോകത്തുള്ള ഓരോ മനുഷ്യ ജിന്ന് വർഗത്തിൽപ്പെട്ട എല്ലാവർക്കും, അത് കറുത്തവനായിക്കോട്ടെ, വെളുത്തവനായിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, അമുസ്ലിം ആയിക്കോട്ടെ, അറബി ആയിക്കോട്ടെ, അനറബി ആയിക്കോട്ടെ, ഏത് ഭാഷക്കാരനായിക്കോട്ടെ, ഏത് ദേശക്കാരനായിക്കോട്ടെ, ഏത് ജാതിക്കാരനായിക്കോട്ടെ, ഏത് വിഭാഗക്കാരനായിക്കോട്ടെ, എല്ലാവർക്കും അനുസരിക്കൽ നിർബന്ധമായി ലോകത്തിന്റെ സൃഷ്ടാവ് അയച്ച റസൂലാണ്, പ്രവാചകനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂലിനെ അനുസരിക്കാതെ, ആ റസൂലിനെ പിൻപറ്റാതെ ഒരു വിഭാഗത്തിനും ഒരു മതക്കാരനും സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. നമ്മുടെ കുടുംബത്തിലോ കൂട്ടുകാരിലോ നാട്ടുകാരിലൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ പറഞ്ഞു കൊടുക്കണം,
മുസ്ലിം ആകുന്ന ഒരു വ്യക്തിക്ക് മാത്രം, മുസ്ലിമായ ആളുകൾക്ക് മാത്രം പിൻപറ്റിൽ ബാധ്യതയായിട്ടുള്ള ഒരു വ്യക്തിയല്ല മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മറിച്ച് സ്വർഗപ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വ്യക്തികൾക്കും, ഓരോരുത്തർക്കും ആ റസൂലിനെ പിൻപറ്റിയാലല്ലാതെ, ആ പ്രവാചകനെ അനുസരിച്ചാലല്ലാതെ, അദ്ദേഹത്തിന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാലല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. നമ്മൾ പറഞ്ഞു കൊടുക്കണം. അതേത് വിവാഹക്കാരനായിക്കോട്ടെ, ഏത് ആദർശക്കാരനായിക്കോട്ടെ, ഏത് പ്രവാചകന്റെ അനുയായിയാണെന്ന് വാദിക്കുന്നവനായിക്കോട്ടെ, നമ്മൾ ചിന്തിക്കണം. ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്ന് തൗറാത്തിന്റെ ചില ഏടുകൾ വായിക്കുന്ന സന്ദർഭം ബുഖാരിയിൽ മറ്റും സ്ഥിരപ്പെട്ടു വന്നിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നിൽ വെച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു തൗറാത്തിന്റെ ഏടുകൾ വായിക്കാൻ തുടങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഇത് മൂസാ നബിക്ക് കിട്ടിയ കിതാബല്ലേ, തൗറാത്തിന്റെ കലർപ്പില്ലാത്ത ഏടുകളല്ലേ, ഉമർ ഇബ്നുൽ ഖത്താബ് അല്ലേ വായിക്കുന്നത്, വായിച്ചോട്ടെ എന്ന് വിചാരിച്ച് സന്തോഷിക്കുകയല്ല ചെയ്തത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുഖത്തിലെ ദേഷ്യത്തിന്റെ ആധിക്യം കണ്ടിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് വായന അവസാനിപ്പിക്കുകയാണ്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബിന് പറഞ്ഞു കൊടുക്കുന്ന ഒരു വാക്കുണ്ട്, ലൗ കാന മൂസ ഹയ്യൻ ലമാ വസിഅഹു ഇല്ല ഇത്തിബാഇ. മൂസ അലൈഹിസ്സലാം ഇന്നെങ്ങാനും ജീവിച്ചിരിക്കുന്നുണ്ടായിരുന്നെങ്കിൽ എന്നെ പിൻപറ്റാതെ മൂസാക്ക് വേറൊരു നിവൃത്തിയില്ല. മൂസാ നബിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റൽ നിർബന്ധമാണെങ്കിൽ, അദ്ദേഹത്തെ പിൻപറ്റിയാലേ സ്വർഗത്തിൽ പോകാൻ സാധിക്കുള്ളൂ എങ്കിൽ പിന്നെ എങ്ങനെ മൂസാ നബിയുടെ അനുയായികൾക്ക്, തൗറാത്തിനെ പിൻപറ്റുന്നവർ അവകാശപ്പെടുന്നവർക്ക് പിന്നെ എങ്ങനെയാണ് ഈ നബിയിൽ വിശ്വസിക്കാതിരിക്കാൻ സാധിക്കുക? എങ്ങനെ സാധിക്കും? അതുകൊണ്ടല്ലേ അവസാന കാലഘട്ടത്തിൽ മസീഹു ദജ്ജാലിനെ വധിക്കാൻ ഇറങ്ങി വരുന്നത് സാക്ഷാൽ ഈസ ഇബ്നു മറിയം അലൈഹിസ്സലാമ. ഇഞ്ചിയിൽ കിട്ടിയ അതേ ഈസ, ഇന്ന് യേശു ക്രിസ്തു എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന അതേ ഈസ ഇബ്നു മറിയം. ആ ഈസ ഇബ്നു മറിയം അവസാന കാലത്ത് എങ്ങനെ അള്ളാഹു ഉയർത്തിയോ അതുപോലെ തന്നെ ഇറങ്ങി വരും. എന്നിട്ട് ആ ഈസ ഇബ്നു മറിയം ജീവിക്കുക ഇഞ്ചിയിൽ അനുസരിച്ചിട്ടല്ല, ഇഞ്ചിയിൽ കിട്ടിയ പ്രവാചകനാണ്. ആ പ്രവാചകൻ പോലും ഇഞ്ചിയിൽ അനുസരിച്ചിട്ടല്ല ജീവിക്കുക, ഖുർആൻ അനുസരിച്ചിട്ട് ജീവിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റിയിട്ട് ജീവിക്കുക. കാരണം അത് ഏതെങ്കിലും ഒരു വിഭാഗീയതയുടെ ആശയമല്ല, നമ്മൾ മാത്രമേ ശരിയുള്ളൂ എന്ന രൂപത്തിൽ ആരെയും അടിച്ചേൽപ്പിക്കുന്ന കാര്യമല്ല. മറിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാ നബിമാരോടും അറിയിച്ചു കൊടുത്ത വാഗ്ദാനമാണ്, ഇങ്ങനെ ഒരു റസൂൽ വരാനുണ്ട്, മുഹമ്മദ് എന്ന പേരുള്ള ഒരു പ്രവാചകൻ നിങ്ങളിലേക്ക് വന്നെത്താനുണ്ട്. ആ പ്രവാചകൻ നിങ്ങളിലേക്ക് പ്രവാചകനായി അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ, നിങ്ങളിലേക്ക് അദ്ദേഹത്തിന്റെ ആദർശം അദ്ദേഹം പ്രചരിപ്പിക്കാൻ ആരംഭിച്ചു കഴിഞ്ഞാൽ, പിന്നെ ആ പ്രവാചകനെ പിൻപറ്റിയാലല്ലാതെ ഏത് വിഭാഗക്കാരനോ ആയിക്കോട്ടെ, ഏത് മതക്കാരനായിക്കോട്ടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല എന്ന് അള്ളാഹു എല്ലാ നബിമാർക്കും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. മൂസാ നബിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്, ഈസാ നബിക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനു മുമ്പ് കഴിഞ്ഞുപോയ പൗരാണികരായിട്ടുള്ള പുരാതനമായ എല്ലാ പ്രവാചകന്മാർക്കും അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ള കാര്യം. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും പ്രവാചകന്റെ അനുയായിയാണ് എന്ന് വാദിച്ചത് കൊണ്ടോ, നമ്മൾ ഏതെങ്കിലും വേദങ്ങളെ പിൻപറ്റുന്നുണ്ട് എന്ന് പറഞ്ഞത് കൊണ്ടോ നമ്മൾക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല, നമ്മൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. എപ്പോഴല്ലാതെ നമ്മൾ ഈ അവസാനത്തെ പ്രവാചകനായ മുഹമ്മദിനെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ പിൻപറ്റുമ്പോഴല്ലാതെ, അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴല്ലാതെ, അദ്ദേഹത്തെ ലോകർക്കുള്ള പ്രവാചകനായി അംഗീകരിക്കുമ്പോഴല്ലാതെ, അദ്ദേഹത്തിന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുമ്പോഴല്ലാതെ ഒരാൾക്കും സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഇത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം, പറഞ്ഞു കൊടുക്കണം. നമുക്ക് ചുറ്റുമുള്ള മുസ്ലിമീങ്ങളല്ലാത്ത ആളുകൾക്ക് നമ്മൾ ഈ സന്ദേശം എത്തിച്ചു കൊടുക്കണം. അവരുടെ വേദങ്ങളിൽ ഈ നബിയെ പറ്റി, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് അവരുടെ പണ്ഡിതന്മാർ പോയി ചോദിച്ചു നോക്കാൻ പറയണം. ഫസ്അലു അഹ്ല ദിക്രി ഇൻ കുൻതും ലാ തഅലമൂൻ. നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അമുസ്ലിമായ വ്യക്തിയോട് നമ്മൾ പറഞ്ഞു കൊടുക്കണം. അവർക്കത് അറിയില്ലെങ്കിൽ അവരുടെ കൂട്ടത്തിലെ പണ്ഡിതന്മാരോട് ചോദിച്ചു നോക്കാൻ പറയണം. അവരുടെ വേദങ്ങൾ പഠിച്ചിട്ടുള്ള, അവരുടെ വേദകാര്യങ്ങളിൽ പരിജ്ഞാനമുള്ള ആളുകളോട് ഇങ്ങനെ ഒരു പ്രവാചകനെ പറ്റി നമ്മുടെ വേദത്തിൽ പറയപ്പെട്ടിട്ടുണ്ടോ ചോദിക്കാൻ പറയണം. നമ്മുടെ വാക്ക് മാത്രം കേട്ടിട്ട് പിൻപറ്റണം എന്ന് ആവശ്യമില്ല. അവരന്വേഷിക്കട്ടെ, സത്യം കണ്ടെത്തട്ടെ. അവരുടെ ഏതെല്ലാ വേദഗ്രന്ഥങ്ങളിലും ലോകത്തിന്റെ സൃഷ്ടാവ് അറിയിച്ചു കൊടുത്ത കാര്യമാണ് ഇങ്ങനൊരു പ്രവാചകൻ നിങ്ങൾക്ക് വരാനുണ്ട്. ഈ പ്രവാചകൻ എപ്പോൾ നിങ്ങളിലേക്ക് നിശ്ചയിക്കപ്പെടുന്നുവോ അപ്പോൾ മുതൽ ഈ പ്രവാചകനെ പിൻപറ്റിയാലല്ലാതെ നിങ്ങൾക്കാർക്കും സ്വർഗത്തിൽ പോകാൻ സാധിക്കില്ല എന്നെല്ലാ പ്രവാചകന്മാർക്കും ഈ ലോകത്തിന്റെ സൃഷ്ടാവ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒന്നാമത് മനസ്സിലാക്കേണ്ടത്, നമ്മൾക്ക് സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ടെങ്കിൽ, നമ്മൾ ആത്യന്തിക ലക്ഷ്യമായി നമ്മൾ ഈ ദുനിയാവിൽ നിശ്ചയിച്ചിട്ടില്ലെങ്കിൽ, നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഈ റസൂലിനെ പിൻപറ്റണം എന്നുള്ളതാണ്. ഈ റസൂലിന്റെ നിയമങ്ങൾ ജീവിതത്തിൽ നടപ്പിലാക്കണം എന്നുള്ളതാണ്. ഈ റസൂലിനെ അനുസരിക്കാതെ
അദ്ദേഹത്തിന്റെ നടപടിക്രമങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാതെ ഒരാൾക്കും സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അല്ലേ? മുസ്ലിമീങ്ങളാണെന്ന് അവകാശപ്പെടുന്ന എത്ര ആളുകളുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എനിക്ക് പിൻപറ്റേണ്ടതില്ല എന്ന് വിശ്വസിക്കുന്ന എത്ര മുസ്ലിം നാമധാരികളുണ്ട്. തങ്ങളുടെ ശൈഖന്മാർക്ക് നിസ്കാരം നിർബന്ധമല്ലെന്നും റമദാനിൽ നോമ്പെടുക്കേണ്ടതില്ലെന്നും വിശ്വസിക്കുന്ന എത്ര മുസ്ലിം നാമധാരികളുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനകൾ, അദ്ദേഹം നിശ്ചയിച്ച ഹറാം അതെല്ലാവർക്കും ഹറാമ് തന്നെയാണ്. അദ്ദേഹം നിശ്ചയിച്ച വാജിബുകൾ അതെല്ലാവർക്കും വാജിബ് തന്നെയാണ്. ആ വാജിബുകൾ ഒരാൾക്കും വാജിബതല്ലാതാവൂല, എത്ര വലിയ വലിയ ആയിക്കോട്ടെ. നമ്മുടെ നാട്ടിൽ നമുക്ക് എപ്പോഴും കേട്ട് പരിചയമുള്ള വളരെ പ്രസിദ്ധനായ ഒരു വലിയാണ് മുഹീദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്നൊരു സംഭവം നിങ്ങൾ ശ്രദ്ധിക്കണം. മുഹീദ്ദീൻ ഷെയ്ഖിനെ ഇഷ്ടപ്പെടുന്ന ആളുകൾ കേൾക്കണം. ഈ ദീനിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നിങ്ങൾ തിരിച്ചറിയണം. മുഹീദ്ദീൻ ഷെയ്ഖിന്റെ ജീവചരിത്രം പരിശോധിക്കുന്ന ആർക്കും കാണാൻ സാധിക്കുന്ന ഒരു ചരിത്രമാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ നടന്ന ഒരു സംഭവമാണ്. അദ്ദേഹം വിജനമായ ഒരു സ്ഥലത്തുകൂടെ മരുഭൂമിയിൽ സഞ്ചരിക്കുക. ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു ശബ്ദം എവിടെ നിന്നോ വിളിക്കുന്ന ശരീരി കേൾക്കാണ്, യാ അബ്ദുൽ ഖാദിർ, അബ്ദുൽ ഖാദിറെ. ഇദ്ദേഹം എല്ലാ ഭാഗത്തേക്കും തിരിഞ്ഞു നോക്കാം, എവിടെയും ആരെയും ഒന്നും കാണുന്നില്ല. മുകളിലേക്ക് നോക്കുമ്പോൾ ആകാശത്തിൽ ഒരു മേഘം പ്രത്യേക രൂപത്തിൽ എന്ത് ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. ആ മേഘത്തിൽ നിന്നാണ് ശബ്ദം വരുന്നത്. ഇദ്ദേഹം ഈ മേഘത്തിലേക്ക് നോക്കുമ്പോൾ ഈ മേഘം ഇദ്ദേഹത്തോട് സംസാരിക്കാം, അബ്ദുൽ ഖാദിറെ ഞാൻ അള്ളാഹുവാണ്. മേഘം പറയാം, അബ്ദുൽ ഖാദിറെ ഞാൻ അള്ളാഹുവാണ്. നിന്റെ ഇബാദത്തുകൾ കണ്ട് ഞാൻ നിന്നിൽ സംതൃപ്തനായിട്ടുണ്ട്. നീ ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്, അങ്ങനെ ചെയ്യുന്നുണ്ട്, ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇതൊക്കെ കണ്ട് ഞാൻ നിന്നിൽ തൃപ്തിപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നിനക്ക് ഇനി മുതൽ ഒരു ഹറാമും ഹറാമല്ല, എല്ലാ ഹറാമും ഞാനിത് ഹലാലാക്കി തരികയാണ് എന്ന് പറഞ്ഞപ്പോ അബ്ദുൽ ഖാദിർ എന്താ പറഞ്ഞത്? അള്ളാഹുവിന്റെ ശത്രുവെ നീ തുലഞ്ഞു പോകട്ടെ എന്നാണ്. അള്ളാഹുവിന്റെ ശത്രുവെ നീ തുലഞ്ഞു പോകട്ടെ എന്നാ മേഘത്തിനോട് പറയാം. അപ്പൊ മേഘം തിരിച്ചു ചോദിക്കുന്ന ചോദ്യം എന്താണെന്നറിയോ? ഞാൻ ഇങ്ങനെ വന്നിട്ടും ഈ രൂപത്തിൽ തന്ത്രം പയറ്റിയിട്ടും ഞാൻ ഷെയ്ത്താനാണെന്ന് നിനക്ക് എങ്ങനെയാണ് മനസ്സിലായത്? അബ്ദുൽ ഖാദിർ റഹിമഹുല്ലാഹ് പറയുന്ന ഒരു മറുപടി ശ്രദ്ധിക്കണം. അബ്ദുൽ ഖാദിർ റഹിമഹുല്ലാഹ് അബ്ദുൽ ഖാദിർ ജീലാനിയെ അള്ളാഹുവിന്റെ വലിയായി അംഗീകരിക്കുന്ന ആളുകൾ കേൾക്കണം. അബ്ദുൽ ഖാദിർ ജീലാനി റഹിമഹുല്ലാഹ് പറയുന്ന മറുപടി എന്താണെന്നറിയോ? അള്ളാഹു സുബ്ഹാനഹു വ തആലയ്ക്ക് ഏറ്റവും പ്രിയങ്കരനായിരുന്ന വ്യക്തി അവന്റെ ഏറ്റവും അവസാനത്തെ പ്രവാചകനായിരുന്ന മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അദ്ദേഹം മരണപ്പെടുന്നതിന് മുമ്പ് ഒരു സെക്കൻഡ് പോലും അള്ളാഹുവിന്റെ ഹറാമുകൾ പെട്ട ഒരു ഹറാമ് പോലും അള്ളാഹു ഹലാലാക്കി കൊടുത്തിട്ടില്ല. പിന്നെ എങ്ങനെയാണ് അബ്ദുൽ ഖാദിർ അള്ളാഹു ഹലാലാക്കി തരിക എന്നാണ് തിരിച്ചു ചോദിച്ചത്. അപ്പൊ ശൈത്താൻ തിരിച്ചു പറയുന്ന മറുപടി ഉണ്ട്, അബ്ദുൽ ഖാദിറെ ഇൽമുള്ളതുകൊണ്ട് നീ രക്ഷപ്പെട്ടു, ദീനിൽ അടിസ്ഥാന വിവരമുള്ളതുകൊണ്ട് നീ രക്ഷപ്പെട്ടു. നിനക്ക് മുമ്പ് ഇതേ രൂപത്തിൽ ഞാൻ വന്നിട്ട് 70 ആബിദീങ്ങളെ ഞാൻ വഴിതെറ്റിച്ചിട്ടുണ്ട്. നമ്മൾ കാണുന്നില്ല നമ്മുടെ സമൂഹത്തിൽ എത്ര ആളുകളാണ് എന്റെ ശൈഖിനെ നിസ്കരിക്കാൻ നിർബന്ധമല്ല എന്ന് കരുതുന്ന എത്ര മുസ്ലിം നാമധാരികളാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിശ്ചയിച്ച വാജിബുകൾ ഓരോ മനുഷ്യർക്കും വാജിബാണ്, എത്ര വലിയ ആയിക്കോട്ടെ. മൂസാ നബിക്ക് ഈസാ നബിക്ക് ഒഴിവില്ലെങ്കിൽ പിന്നെ എങ്ങനെ ഔലിയാക്കൾക്ക് ഒഴിവുണ്ടാവും? ആർക്ക് ഒഴിവുണ്ടാവുക? അവർക്ക് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റിയിട്ട് അല്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഒഴിവുണ്ടാവുക? അവർ അള്ളാഹുവിന്റെ ഔലിയാക്കളെല്ലാം നിങ്ങൾ ശ്രദ്ധിക്കണം, തിരിച്ചറിയണം യാഥാർത്ഥ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്ന കണക്കിനനുസരിച്ചിട്ടാണ് ഒരാൾ അള്ളാഹുവിന്റെ വലിയാവുക. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കണക്കാക്കിയ ഹറാമുകളെ ഹറാമായി വിശ്വസിക്കുന്നില്ലെങ്കിൽ അവൻ അള്ളാഹുവിന്റെ വലിയാവുകയില്ല, ഒരിക്കലാവൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിശ്ചയിച്ച വാജിബുകൾ വാജിബുകളായി ഒരാൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ അവൻ എങ്ങനെ അള്ളാഹുവിന്റെ വലിയാവും? ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ എത്രത്തോളം പിൻപറ്റുന്നുവോ അത്രത്തോളമാണ് അവൻ അള്ളാഹുവിന്റെ വലിയാവും, അള്ളാഹു ഇഷ്ടപ്പെടുന്നവനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുക എന്നുള്ളതാണ് ഒന്നാമത്തെ നിബന്ധന. അത് പിൻപറ്റാത്ത ഒരുത്തനും സ്വർഗത്തിൽ പ്രവേശിക്കുക സാധ്യമല്ല. അത് മുസ്ലിം പേരിട്ടു എന്നുള്ളത് കൊണ്ടോ ഇന്ന വാദം വാദിച്ചു എന്നുള്ളത് കൊണ്ടോ നമ്മുടെ സർട്ടിഫിക്കറ്റ് ഇങ്ങനെയാണ്, ഐഡന്റിറ്റി ഇങ്ങനെയാണ്, ഇതൊന്നും നമുക്ക് റബ്ബിന്റെ അടുക്കൽ ആഖിറത്തിൽ ഉപകരിക്കൂല. പ്രവർത്തനങ്ങളാണ് പരിഗണിക്കപ്പെടുക. അവകാശവാദം ഉന്നയിക്കാൻ ആർക്കും സാധിക്കും, അല്ലെ? നാവ് കൊണ്ട് എന്തും വിളിച്ചു പറയാം, എന്തും വാദിക്കാം, എന്തും അവകാശപ്പെടാം, എളുപ്പമാണ്. പ്രവർത്തിച്ച് കാണിക്കാണ് പ്രയാസം. നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മൾ തെളിയിക്കണം, ഞാൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുന്നവനാണ്. അദ്ദേഹം നിശ്ചയിച്ച എല്ലാ ഹറാമുകളും ഹറാമായി വിശ്വസിക്കുകയും ജീവിതത്തിൽ പരമാവധി ഒഴിവാക്കാൻ ശ്രമിക്കുന്നവനാണ്. നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ തെളിയിച്ചു കാണിക്കണം. അദ്ദേഹം നിശ്ചയിച്ച എല്ലാ വാജിബുകളും ഞാൻ വാജിബുകളായി വിശ്വസിക്കുകയും എന്റെ ജീവിതത്തിൽ ഞാനത് പരമാവധി പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നത് നമ്മുടെ ജീവിതം കൊണ്ട് തെളിയിക്കണം. അതിനാണ് കാര്യം, അതാണ് നമ്മുടെ രക്ഷയ്ക്കുണ്ടാവുകയുള്ളൂ. അപ്പൊ ചില ആളുകൾക്ക് സംശയം ഉണ്ടാവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റുന്നു എന്ന് അവകാശപ്പെടുന്ന ഒരുപാട് വിഭാഗം ആളുകളുണ്ടല്ലോ മുസ്ലിമീങ്ങളിൽ, അല്ലെ? മുസ്ലിമീങ്ങൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്നില്ലേ, വസതഫ്തരിഖു ഹാദിഹിൽ ഉമ്മത്തു
അലാ തരാസിം വസബഈന ഫിർഖ, ഈ ഉമ്മത്ത് മുസ്ലിം ഉമ്മത്ത് 73 വിഭാഗങ്ങളായി പിരിയും എന്ന് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 1400 വർഷങ്ങൾക്ക് മുമ്പ് പഠിപ്പിച്ചിരാ. അന്ന് വിഭാഗങ്ങളായി പിരിഞ്ഞിട്ടില്ല, ഒരൊറ്റ വിഭാഗമേ ഉള്ളൂ. അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് മുസ്ലിം ഉമ്മത്ത് 73 വിഭാഗങ്ങളായി പിരിയും. കേൾക്കണം മുസ്ലിമീങ്ങളെ, 73 വിഭാഗങ്ങളായി പിരിയെന്ന് പറഞ്ഞിട്ട് എല്ലാവരും സ്വർഗത്തിലാണെന്നല്ല പഠിപ്പിച്ചത്. കുല്ലുഹാ ഫിന്നാർ, അവരെല്ലാവരും നരകത്തിലാണ്. എന്റെ വാക്കല്ല, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. ഇല്ലാ വാഹിദ്, ഒരു വിഭാഗം ഒഴികെ. നീ മുസ്ലിം ആണെന്ന് വാദിച്ചതുകൊണ്ട് മാത്രം നീ ആഖിറത്തിൽ രക്ഷപ്പെടൂല. നിന്റെ മുസ്ലിം ഐഡന്റിറ്റി മാത്രം നിനക്ക് ഉപകരിക്കുകയില്ല. നിന്റെ ഇസ്ലാം നീ ജീവിതത്തിൽ ശരിയായ രൂപത്തിൽ പ്രാവർത്തികമാക്കുമ്പോൾ അല്ലാതെ നിനക്ക് മറ്റൊന്നും നിനക്ക് ഉപകരിക്കുകയില്ല. നിന്റെ സംഘടനയുടെ ആൾപ്പെരുപ്പമോ നിനക്കുള്ള മറ്റ് സൗകര്യങ്ങളോ നിന്റെ വിഭാഗത്തിലുള്ള പള്ളികളുടെ എണ്ണമോ മദ്രസകളുടെ വലിപ്പമോ ഇതൊന്നും നിനക്ക് ആഖിറത്തിൽ ഉപകരിക്കുകയില്ല. കുല്ലുഹാ ഫിന്നാർ, അവരെല്ലാ വിഭാഗങ്ങളും നരകത്തിലാണ് എന്ന് അല്ലാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വാക്കാണ്. ഒരു വിഭാഗം ഒഴികെ, ഒരു വിഭാഗം ഒഴികെ. എന്താണ് വിഭാഗം? ഒരു പ്രത്യേക സംഘടന, പ്രത്യേക രാജ്യക്കാർ, പ്രത്യേക വിഭാഗം, ഇതൊന്നും അല്ല പറഞ്ഞത്. സഹാബത്ത് ചോദിക്കണം മൻഹും യാ റസൂലല്ലാഹ്, ആ ഒരു വിഭാഗം ആരാണ്? അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുക്കുന്ന മറുപടി, മുസ്ലിമെ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ കൊത്തിവെക്കണം. തങ്കലിപികളിലാൽ നമ്മൾ എഴുതി വെക്കണം. ഒരിക്കലും നമ്മുടെ ഹൃദയത്തിൽ നിന്ന് മറന്നു പോകാൻ പാടില്ലാത്ത വാക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി എന്താ? മാ അന അലൈഹി യൗമ വസ്ഹാബി, ഇന്നേ ദിവസം പറയുന്ന ആ സന്ദർഭത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചു പോകുന്നതിന് മുമ്പുള്ള ആ സന്ദർഭത്തിൽ ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരു ആദർശത്തിലാണോ, ഏതൊരു വിശ്വാസത്തിലാണോ, ഏതൊരു നിലപാടുകളിലാണോ ആ നിലപാടിലുള്ള ആളുകളല്ലാത്തവരെല്ലാവരും നരകത്തിലാണ് പഠിപ്പിച്ചത്. നമ്മൾ പരിശോധിക്കണം. ഞാൻ മുസ്ലിം ആണെന്ന് വാദിച്ചതുകൊണ്ട് മാത്രം നമുക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നമ്മൾ പരിശോധിക്കൽ നിർബന്ധമാണ്. നരകത്തെ പേടിക്കുന്നുണ്ടെങ്കിൽ, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പരിശോധിക്കണം, എന്റെ ആദർശം സ്വഹാബത്തിന്റെ ആദർശമാണോ? സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ അതേ നിലപാടുകളാണ് ഞാനുള്ളത്. നാം പരിശോധിക്കണം. നമ്മുടെ മേൽ നിർബന്ധ ബാധ്യതയാണ്. അങ്ങനെ പരിശോധിക്കാതെ നമ്മുടെ വിശ്വാസം ആ വിശ്വാസം പോലെ ആക്കാതെ നമ്മൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നമുക്ക് വേറെ എന്തുണ്ടായിട്ട് കാര്യമില്ല. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നൽകുന്ന താക്കീതാണ്. ചിന്തിക്കണം മുസ്ലിമീങ്ങളെ, നമ്മളിൽ ആർക്കൊക്കെ എന്റെ വാപ്പയും പഠിപ്പിച്ചെന്ന വിശ്വാസങ്ങൾ ഇതല്ലാതെ സ്വഹാബത്തിന്റെ വിശ്വാസങ്ങളാണ് എന്ന തെളിവുകളോടുകൂടെ നമ്മൾ എന്തൊക്കെ വിശ്വാസങ്ങളാണ് നമ്മുടെ മനസ്സിൽ വിശ്വാസങ്ങളായി കൊണ്ടു നടക്കുന്നതായിട്ടുള്ളത്? നമ്മുടെ വിശ്വാസങ്ങൾ എന്താണ്? നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നമുക്ക് നമ്മുടെ വല്ലുപ്പിയും വല്ലുമിയും പഠിപ്പിച്ചെന്ന വിശ്വാസങ്ങൾ, നമുക്ക് നമ്മുടെ കുടുംബക്കാർ പറഞ്ഞു തന്ന വിശ്വാസങ്ങൾ, ചെറുപ്പം മുതൽ അടുത്തുള്ള പള്ളികളും മറ്റുമൊക്കെ നമ്മൾ പഠിച്ചു വളരുന്ന മദ്രസയിൽ കേട്ടുവരുന്ന വിശ്വാസങ്ങൾ, ഇതല്ലാതെ ഞാൻ പഠിക്കുന്ന ഓരോ കാര്യങ്ങളും ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് വിട്ടേച്ചു പോയ അതേ വിശ്വാസമാണ് എന്ന് ഉറപ്പിച്ചു പറയാൻ നമുക്ക് എത്ര പേർക്ക് സാധിക്കും? റബ്ബിനെ സാക്ഷിയാക്കിയിട്ട്, തർക്കത്തിന് വേണ്ടിയിട്ടല്ല, ആരെയും ജയിക്കാൻ വേണ്ടിയിട്ടല്ല, ആരെയും ബോധ്യപ്പെടുത്താനില്ല, റബ്ബിന്റെ അടുത്ത് രക്ഷപ്പെടാൻ അള്ളാഹുവിനെ സാക്ഷിയാക്കി നമുക്ക് എത്ര പേർക്ക് ആത്മാർത്ഥയോട് പറയാൻ കഴിയും? എന്റെ വിശ്വാസം, എന്റെ ആദർശം, എന്റെ നിലപാടുകൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് വിട്ടേച്ചു പോയ അതേ രൂപത്തിലാണ്. നമുക്ക് എത്ര പേർക്ക് പറയാൻ കഴിയും? അങ്ങനെ നമുക്ക് പറയാൻ സാധിച്ചിട്ടില്ലെങ്കിൽ അതിനർത്ഥം നമ്മൾ നമ്മുടെ തടി നരകത്തെ സലാമത്താക്കിയിട്ടില്ല എന്നാ. അതുവരേക്കും നമ്മൾ ആ രൂപത്തിലേക്ക്, ആ അവസ്ഥയിലേക്ക് എത്തുന്നത് വരേക്കും നമ്മൾ നമ്മുടെ തടി നരകത്തെ സലാമത്താക്കിയിട്ടില്ല. നമ്മൾ ശ്രദ്ധിക്കണം. നമുക്ക് ആളുകളുടെ മുന്നിൽ അവകാശവാദം പറയാനും അല്ലെങ്കിൽ മറ്റുള്ളവരുടെ മുന്നിൽ വാദിച്ച് ജയിക്കാനും നമ്മൾ വലിയ സംഘമാണെന്ന് വരുത്തുന്നത് ഇതൊക്കെ എളുപ്പമാണ്. ദുനിയാവിൽ നമുക്ക് ഒരാളെ പരാജയപ്പെടുത്തുക, ഒരാളെ തോൽപ്പിക്കുക, ഇതൊക്കെ എളുപ്പമുള്ള കാര്യം. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നമ്മൾ ആഖിറത്തിൽ എത്തുമ്പോൾ നമ്മുടെ കൂടെയുള്ള സംഘടനക്കാരോ വിഭാഗങ്ങളോ നമ്മുടെ പള്ളി കമ്മിറ്റിക്കാരോ ആരും നമുക്ക് ഉപകരിക്കൂല. ഒരാൾ നമുക്ക് സഹായിക്കാൻ വരൂല. യൗമ യഫിറുൽ മർഉ മിൻ അഖി, ഓരോ വ്യക്തിയും അവന്റെ സഹോദരങ്ങളിൽ നിന്ന് ഓടിയാകുന്ന ദിവസമാണ്. ഉമ്മ മകനോടും വാപ്പ മക്കളെന്നോടും സഹോദരന്മാർ ഓടിയാകലും. ഒരാളും മറ്റൊരാൾക്ക് ഉപകരിക്കൂല. ആരും ഒരാൾക്ക് ഒന്നും ചെയ്തു തരാൻ കഴിയൂല. അങ്ങനെ ഒരു ദിവസത്തിലേക്ക് നമുക്ക് പോകാനുണ്ട്. ആ ദിവസത്തിൽ നമ്മൾക്ക് രക്ഷപ്പെടണമെങ്കിൽ വേറൊരു നിവൃത്തിയില്ല. ഈ ഒരു മാർഗത്തിലാവുക എന്നുള്ളതല്ലാതെ നമ്മുടെ മുന്നിൽ രക്ഷയ്ക്ക് മറ്റൊരു മാർഗമില്ല. നമ്മൾ മനസ്സിലാക്കണം. ഇതൊരിക്കലും ഏതെങ്കിലും വിഭാഗീയത നമ്മുടെ ആളെ കൂട്ടാൻ, നമ്മുടെ സംഘടനയിലേക്ക് ആളെ കൂട്ടാൻ ക്ഷണിക്കുന്ന സംസാരമല്ല. നമ്മുടെ കൂടെ കൂടാൻ വിളിക്കുന്ന വിളിയല്ല. നിങ്ങൾ നമ്മുടെ കൂടെ കൂടിയിട്ടില്ലെങ്കിൽ സാരമില്ല, പക്ഷെ നിങ്ങൾ ഈ ആദർശത്തിലേക്ക് ആകണം. അതല്ല നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയില്ല. നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പറയുന്ന, നിങ്ങൾ ഈ വിശ്വാസത്തിലേക്കും നിലപാടുകളിലേക്കും ആദർശത്തിലേക്കും ആയാൽ നിങ്ങൾക്കാണ് കയറ്. നമുക്കൊന്നും വേണ്ട. നിങ്ങളുടെ ഒരു സഹകരണമോ ലാഭങ്ങളോ സഹായങ്ങളോ ഒന്നും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ ഇതല്ലാതെ മറ്റു വഴിയില്ല. നിങ്ങൾ മനസ്സിലാക്കണം. ഈ ഒരു രൂപത്തിൽ എന്റെ നിലപാടുകളാണോ എന്ന് പരിശോധിക്കാൻ നമ്മൾ പഠിക്കണം. മുസ്ലിമേ പഠിക്കണം. ഇത് ദീനുൽ ഇസ്ലാം ഇൽമിന്റെ ദീനാണ്, അറിവിന്റെ ദീനാണ്. ബുഖാരി റഹ്മത്തുള്ളാഹി പറയുന്ന അൽ ഇൽമു ഖബ്ല അൽ ഖൗലി വൽ അമൽ. ഈ ദീനിൽ എന്തൊരു കാര്യം സംസാരിക്കണമെങ്കിലും
പ്രവർത്തിക്കണമെങ്കിലും വിശ്വസിക്കണമെങ്കിലും അതിന് മുമ്പ് അറിവ് വേണം. കാരണം നമ്മൾ ഒരു കാര്യം വിശ്വസിക്കുന്നത് അള്ളാഹ് തൃപ്തിപ്പെടുത്താനാണ്. ഈ വിശ്വാസം ഞാൻ ഇങ്ങനെ വിശ്വസിച്ചാൽ അള്ളാഹ് തൃപ്തിപ്പെടും നമുക്ക് ഉറപ്പിക്കണമെങ്കിൽ ആ വിശ്വാസം പഠിച്ചിട്ട് വിശ്വസിക്കണം, ആ പ്രവർത്തനം പഠിച്ചിട്ട് പ്രവർത്തിക്കണം, ആ സംസാരം പഠിച്ചിട്ട് സംസാരിക്കണം. വളരെ ഗൗരവമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന ഒരു വാക്കുണ്ട്, ത്വലബുൽ ഇൽമി ഫരീദത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. മതപരമായ അറിവ് അന്വേഷിക്കുക എന്നുള്ളത് ഓരോ മുസ്ലിമിന്റെ മേലും നിർബന്ധമാണെന്ന് പറഞ്ഞു. ഫരീദത്തുൻ, ഫർദ് നിസ്കാരം എന്ന് പറയുന്ന വാക്കുണ്ട്, അതേ വാക്കാണ് ഫരീദത്തുൻ, നിർബന്ധം. പള്ളി പുസ്തകം മാത്രം പഠിച്ചാൽ പോരാ, ഖുതുബ പറയുന്ന ഖതീബ് മാത്രം പഠിച്ചാൽ പോരാ. ഓരോ മുസ്ലിമായ പ്രായപൂർത്തിയെത്തിയ ആണെന്നോ പെണ്ണെന്നോ വ്യത്യാസമില്ലാതെ ഓരോരുത്തരും പഠിക്കൽ നിർബന്ധമാണ്. ഇങ്ങനെ പഠിക്കാതെ സ്വഹാബത്തിന്റെ ആദർശം എന്താണെന്ന് മനസ്സിലാക്കാതെ നിങ്ങൾക്ക് എങ്ങനെ നരകത്തിൽ രക്ഷപ്പെടാൻ സാധിക്കാം? എങ്ങനെ സാധിക്കാം? നിങ്ങൾ ചിന്തിച്ചു നോക്കണം, ആത്മാർത്ഥമായി ചിന്തിച്ചു നോക്കണം. മറ്റാരെയും നമ്മൾ പരിഗണിക്കണ്ട. ദുനിയാവിന്റെ അധികാരികളെയും സമ്പന്നന്മാരെയും നമ്മളുടെ എല്ലാ ഹൈറുകൾക്ക് തടസ്സമാകുന്ന മറ്റ് ബന്ധങ്ങളെയും ഒന്നിനെ പറ്റി ചിന്തിക്കണം. നമ്മളെ പറ്റി ചിന്തിക്കുക. നമുക്ക് എങ്ങനെ നരകത്തിന് രക്ഷപ്പെടാൻ സാധിക്കും? നമുക്ക് എങ്ങനെ നരകത്തിൽ പെടാതിരിക്കാൻ സാധിക്കും? അതിന് ഒരേ ഒരു വഴിയുള്ളൂ. നമ്മൾ മനസ്സിലാക്കണം, ഇതെല്ലാം നമ്മുടെ മുന്നിൽ മറ്റൊരു വഴിയില്ല. ഈ വഴി നമ്മൾ പഠിക്കണം, നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ നാട്ടിലുള്ള വിശ്വാസങ്ങളും നിലപാടുകളും തന്നെ ആയിക്കൊള്ളണമെന്നില്ല സ്വഹാബത്തിന്റെ നിലപാടുകൾ, സ്വഹാബത്തിന്റെ വിശ്വാസങ്ങൾ. മനസ്സിലാക്കണം. നമ്മൾ മനസ്സിലാക്കിയതിൽ, നമ്മൾ പഠിച്ചതിൽ, നമ്മൾ കേട്ട് പഴകി വന്ന കാര്യങ്ങളിൽ സ്വഹാബത്തിന്റെ നിലപാടുകൾക്ക് യോജിക്കുന്നതുണ്ടാകാം, എതിരാകുന്നതും ഉണ്ടാകാം. അതിങ്ങനെ അതിലുള്ള നെല്ലും പതിരും വേർതിരിക്കാൻ നമ്മൾക്ക് പഠിക്കാതെ പറ്റൂല. നമ്മൾ ജനിച്ചു വളർന്ന അതേ രൂപത്തിൽ തന്നെ അങ്ങനെ കഴിഞ്ഞു പോയാൽ നമ്മൾക്ക് നരകത്തിന് രക്ഷപ്പെടാൻ കഴിയില്ല. അതാണ് ഈ പറയുന്നത്. പഠിക്കാതെ പറ്റൂല. പഠിക്കാതെ, ഇൽമ കിട്ടാതെ മുസ്ലിമെ സ്വർഗത്തിൽ പോവാൻ കഴിയൂല. നിങ്ങൾ പഠിക്കണം. അത് ഏറ്റവും ഒന്നാമത് പഠിക്കേണ്ട ഈ ഒരു അറിവാണ്. നിങ്ങളുടെ വിശ്വാസങ്ങൾ, ആദർശ നിലപാടുകൾ ഇത് സ്വഹാബത്തിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ അതേ വിശ്വാസ നിലപാടുകളിലാണോ നിങ്ങൾ പരിശോധിക്കണം. ഒന്നാമത്തെ കാര്യത നോക്കി. നമ്മുടെ നാട്ടിൽ ചുറ്റുപാട് നടക്കുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ നോക്കിയേ. ഓരോ കാര്യങ്ങളും ദീനിന്റെ കാര്യങ്ങളാണ് പഠിപ്പിക്കപ്പെട്ട് ആ രൂപത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന കാര്യങ്ങളിൽ സ്വഹാബത്ത് ദീനായി കണക്കാക്കി എത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും? എത്ര വിഷയങ്ങളുണ്ട്? നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക പിടിച്ചടക്കിയപ്പോ, മക്ക വിജയിച്ചടക്കിയ ഫത്ഹു മക്ക നടന്നപ്പോ അലി റളിയല്ലാഹു അൻഹുവിനോട് ഒന്നാമത് കൽപ്പിക്കുന്ന കൽപ്പന എന്താണെന്നറിയോ? ഉയർന്നു നിൽക്കുന്ന ഒരു കബറും തട്ടി നിരപ്പാക്കാതെ വെറുതെ വിടുന്ന. അങ്ങനെ കൽപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീനും ഇന്നത്തെ മഖബറകളും ജാറങ്ങളും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകും നിങ്ങൾ കരുതുന്നുണ്ടോ? തനിക്ക് അധികാരം കിട്ടുമ്പോൾ ഏറ്റവും ആദ്യം ചെയ്യുന്ന കാര്യം അത് കബറുകൾ തട്ടി നിരപ്പാക്കുക എന്നതാണെങ്കിൽ ആ റസൂലിന്റെ ദീനിൽ എങ്ങനെയാണ് കബറുകൾക്ക് സ്ഥാനം ഉണ്ടാവും, മഖബറകൾക്ക് സ്ഥാനം ഉണ്ടാവും, ജാറങ്ങൾക്ക് സ്ഥാനം ഉണ്ടാവും? എങ്ങനെ ഉണ്ടാവാം? ചിന്തിച്ചു നോക്കണം. തന്റെ നാട്ടിൽ തനിക്ക് അധികാരം കിട്ടുമ്പോൾ ആദ്യമായി മക്ക പിടിച്ചടക്കിയപ്പോ ഏറ്റവും ആദ്യം കൽപ്പിക്കുന്ന കൽപ്പന ഉയർന്നു നിൽക്കുന്ന ഒരു കബറും തട്ടി നിരപ്പാക്കാതെ വിടുന്ന അലി റളിയല്ലാഹു അൻഹു കൽപ്പിക്കുന്ന കൽപ്പനയാണ്. ഈ റസൂലിന്റെ ദീനിൽ കബറിന് എന്ത് സ്ഥാനം ഉണ്ടാവുക? ജാറത്തിന് എന്ത് സ്ഥാനം ഉണ്ടാവുക? മഖബറക്ക് എന്ത് സ്ഥാനം ഉണ്ടാവുക? ചിന്തിച്ചു നോക്കണം. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഉണ്ട്, ഇങ്ങനെയുണ്ട്, അവരങ്ങനെ ചെയ്യുന്നുണ്ട്, വാപ്പകാരന്മാർ ചെയ്യുന്നുണ്ട്, കുറെ കാലം. ഇതൊന്നും ദീനാകാനുള്ള തെളിവല്ല. ഇതൊന്നും അള്ളാഹിനെ തൃപ്തിപ്പെടുത്താനുള്ള കാരണങ്ങളല്ല. നരകത്തിന് രക്ഷപ്പെടാൻ നമ്മൾക്ക് ഉപകരിക്കുകയില്ല. അല്ലേ? നമ്മുടെ ജീവിതത്തിൽ കാണുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഈ രൂപത്തിൽ പരിശോധിച്ചാൽ പലതിലും നമ്മൾക്ക് മാറ്റം വരുത്തേണ്ടതായി ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. ആ കാര്യങ്ങൾ നമ്മൾ മാറ്റം വരുത്തണം. അതിന് നമ്മൾക്ക് നമ്മുടെ അധികാരങ്ങൾ തടസ്സമാകാൻ പാടില്ല, സൗകര്യങ്ങൾ തടസ്സമാകാൻ പാടില്ല, ദുനിയാവിന്റെ ലാഭങ്ങൾ തടസ്സമാകാൻ പാടില്ല. ഒരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ്, സ്വഹാബത്തിന്റെ നിലപാടുകൾ ഇങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ അതിനനുസരിച്ച് മാറണം. നമുക്ക് നിർബന്ധം. അതെന്ത് വില കൊടുത്തിട്ടും, ആരെതിരായാലും, ആരെ കുറ്റപ്പെടുത്തിയാലും, എല്ലാവരും പരിഹസിച്ചാലും, എന്തൊക്കെ നമ്മളെ വെളിപ്പേരിട്ട് വിളിച്ചാലും, നമ്മളെ കുറ്റപ്പെടുത്തിയാലും നമ്മൾ അതിനെതിരാകണം. സ്വഹാബത്തിന്റെ നിലപാടിലേക്ക് മടങ്ങണം. എല്ലാവരും മടങ്ങണം. ഇത് ഏതെങ്കിലും ഒരു വിഭാഗത്തോട് മാത്രമുള്ള സംബോധനയല്ല. മുസ്ലിമീങ്ങൾ ഒന്നടങ്കം ലോകത്തുള്ള എല്ലാ വിഭാഗക്കാരോടും ഒന്നിച്ചു പറയുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് പിടിക്കാൻ അള്ളാഹുവിന്റെ കയറ് അള്ളാഹു ഈ ദുനിയാവിൽ നിശ്ചയിച്ചിട്ടുണ്ട്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅൻ വലാ തഫറഖു. നിങ്ങൾ ആ കയറിൽ ഒന്നിച്ചു മുറുകെ പിടിക്കണം. നിങ്ങൾ ഭിന്നിച്ചു പോകരുത്. അല്ലേ? എല്ലാവർക്കും ആഗ്രഹമുള്ള കാര്യം, എല്ലാവരും കാര്യമായി ചർച്ച ചെയ്യുന്ന വിഷയമാണെന്ത്? മുസ്ലിമീങ്ങൾ ഒന്നിക്കണം. ഇങ്ങനെ ഭിന്നിച്ച് പല കക്ഷികളായി പോകരുത്, പല വിഭാഗങ്ങളും സംഘടനകളായി മാറിത്തീരരുത്. അങ്ങനെ ആകരുത്, ഇങ്ങനെ ആകരുത്. എന്നിട്ട് ഓരോരുത്തരും പറയുന്ന വഴികൾ എന്താ? ഒന്നിക്കാൻ വേണ്ടി അവർ നിശ്ചയിക്കുന്ന, അവർ മുന്നിൽ വയ്ക്കുന്ന മാർഗങ്ങൾ എന്താ? പരിഹാര മാർഗങ്ങൾ എന്താ? സൊല്യൂഷൻ എന്താ?
ഓരോ സംഘടനകൾ ഉണ്ടാക്കുക, ഓരോ രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കുക, അതിന്റെ കീഴിൽ എല്ലാവരും ഒന്നിക്കുക. നബി സല്ലല്ലാഹു, നിങ്ങൾ ശ്രദ്ധിക്കണം, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കക്കാർക്കിടയിലേക്ക് റസൂലായി നിശ്ചയിക്കപ്പെട്ട് പരസ്യമായി ദഅവത്ത് ചെയ്യാൻ അള്ളാഹു അനുമതി കൊടുത്തപ്പോ ആ മക്കക്കാരിൽ വ്യഭിചരിക്കുന്ന ആളുകളുണ്ട്, മദ്യപിക്കുന്ന ആളുകളുണ്ട്, പലിശയുടെ ആളുകളുണ്ട്, എല്ലാ വൃത്തികേടിന്റെയും ആളുകളുണ്ട്. അവർക്കിടയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം ചെന്ന് പറയുന്നത് മദ്യപിക്കരുത് എന്നല്ല, വ്യഭിചരിക്കരുത് എന്നല്ല, പലിശ വാങ്ങരുത് എന്നല്ല. ഏറ്റവും ആദ്യമായി പറയുന്നത് ഖൂലൂ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹൂ, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയും, അത് അംഗീകരിക്കുക, അത് പഠിക്കുക, അത് മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, നിങ്ങൾക്ക് വിജയിക്കാം. ഇതാണ് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കാ മുശ്രിക്കുകളെ ഏറ്റവും ആദ്യം പറയുന്ന കൽപ്പന. ഒന്നാമത് പഠിപ്പിച്ചു കൊടുക്കുന്ന തൗഹീദാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയെ പറ്റി നമ്മളൊരു മുസ്ലിം സഹോദരൻ ചോദിച്ചു നോക്കി, എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം ഒന്ന് ചോദിച്ചു നോക്ക്. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട, കൂട്ടുകാരിൽപ്പെട്ട, നാട്ടുകാരിൽപ്പെട്ട ഏതെങ്കിലും മുസ്ലിമിനോട് ചോദിച്ചു നോക്ക്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം അവനറിയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് തുടക്കത്തിലേ പഠിക്കാം. ഒന്നാമത്തെ കാര്യം, ദീനിൽ ഒരാൾ പ്രവേശിക്കുമ്പോൾ ഏറ്റവും ആദ്യം ചൊല്ലുന്ന കാര്യമാണ് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ ഒരു കലിമത്ത് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു കൊടുത്ത അർത്ഥത്തിലല്ല മനസ്സിലാക്കിയിട്ടുള്ളതെങ്കിൽ പിന്നെ ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി പറയാതിരിക്കുന്നത്. പല ആളുകളും കണക്കാക്കിയിട്ടുള്ളത്, പലരും അവരുടെ മദ്രസകൾ പഠിപ്പിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥം അള്ളാഹു അല്ലാതെ ഖാലിഖില്ലെന്ന, അള്ളാഹു അല്ലാതെ സൃഷ്ടാവില്ലെന്ന, അള്ളാഹു അല്ലാതെ ഉപജീവനം നൽകുന്നവനില്ലെന്ന. അത് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമാണോ? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ. അള്ളാഹു അല്ലാതെ ഖാലിഖില്ല എന്നതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ അർത്ഥമെങ്കിൽ പിന്നെ മക്കക്കാർക്ക് എന്തിനാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടപ്പോൾ പ്രയാസം ഉണ്ടായത്? അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ശത്രുത വെച്ച് പുലർത്തി എന്തിനാ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിരെ തിരിഞ്ഞ എന്തിനാ? കാരണം മക്കക്കാർ അംഗീകരിച്ചിരുന്ന കാര്യമാണ്, അവരെ സൃഷ്ടിച്ചത് അള്ളാഹു മാത്രമാണ്. മക്കക്കാർ അംഗീകരിച്ചിരുന്ന കാര്യമാണ്. അള്ളാഹ് ഖുർആനിൽ എടുത്തു പറയുന്നുണ്ട്, ഖുൽ മൻ യർസുഖുകും മിനസ് സമാഇ വൽ അർദ് അമ്മൻ യംലികു അസ്-സമഅ വൽ അബ്സാർ വമൻ യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത് വമൻ യുഖ്രിജുൽ മയ്യിത മിനൽ ഹയ്യ് വമൻ യുദബ്ബിറുൽ അംറ ഫസയഖൂലൂന അല്ലാഹ്. മക്കക്കാരുടെ പ്രതികരണമാണ്, അവരെ സൃഷ്ടിച്ചത് ആരാണെന്നും അവർക്ക് റിസ്ക് നൽകുന്നത് ആരാണെന്നും അവരെല്ലാ കാര്യങ്ങളും ഉടമപ്പെടുത്തിയത് ആരാണെന്നും അവരുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ആരാണെന്നും ചോദിച്ചാൽ ഫസയഖൂലൂന അല്ലാഹ്, അവർ അല്ലാഹ് പറയാം. മക്ക മുശ്രിക്കുകളുടെ അവസ്ഥയാണ്. അള്ളാഹു അല്ലാതെ മറ്റാരും സൃഷ്ടിച്ച അവർ വിശ്വസിച്ചിരുന്നില്ല. ലാത്തയാണെന്നല്ല അവരെ സൃഷ്ടിച്ച അവർ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. മനാത്തയാണ് അവർക്ക് റിസ്ക് നൽകുന്നവർ വിശ്വസിക്കുന്നുണ്ടായിരുന്നില്ല. അവരുടെ സൃഷ്ടാവും അവർക്ക് ഉപജീവനം നൽകുന്ന എല്ലാം അള്ളാഹു ആണെന്ന് വിശ്വസിച്ചിട്ടും എന്തേ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ടപ്പോൾ അവർക്ക് അത് അംഗീകരിക്കാൻ പറ്റാതിരുന്നത്? എന്തുകൊണ്ടാണ് അവർക്കല്ല സ്വീകാര്യമല്ലാതിരുന്നത്? എന്തുകൊണ്ടാണ്? ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം അതല്ലാത്തതുകൊണ്ട് തന്നെ. മക്കക്കാർ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേട്ട് പ്രതികരിച്ചത് എങ്ങനെയാ? ഖുർആൻ അല്ലാഹു എടുത്തു കൊടുക്കുന്നുണ്ട്, നമുക്ക് പഠിപ്പിച്ചിരുന്നത്. അത് മാത്രം നമ്മൾ പരിശോധിച്ചാൽ മതി. മക്കക്കാർ ചോദിക്കുന്ന ചോദ്യം എന്താ? അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ, ഈ മുഹമ്മദ് ഇവൻ എല്ലാ ഇലാഹുകളെയും ഒറ്റ ഇലാഹാക്കുകയാണോ? അവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല, ഇവരോട് പ്രാർത്ഥിക്കണം, അവരെ വിളിച്ച് തേടാൻ പാടില്ല, അവരോട് ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല, അവരോടൊന്നും ചെയ്യാൻ പാടില്ല, എല്ലാം അള്ളാഹ് മാത്രം, എല്ലാത്തിനും ഒന്നാക്കണം എന്നാണ് മക്കക്കാർ പ്രതികരിച്ചത്. എന്ന് വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് അർത്ഥമാക്കുന്നത് ഇബാദത്തുകൾ നൽകപ്പെടാൻ അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല, ആർക്കും അതിന് അർഹതയില്ല. ഈ ലോകത്തിന്റെ സൃഷ്ടാവായ ഖാലിഖായ റാസിഖായ മുദബ്ബിറായ അള്ളാഹു ഒന്നേ ഉള്ളൂ എങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഇബാദത്തുകൾക്ക് അർഹതയുള്ളവനും ഒന്നേ ഉള്ളൂ, ഒരുത്തരത്തിനേ ഉള്ളൂ. അത് റസൂലിന് ആ ഇബാദത്തിന് അർഹതയില്ല, വലിയിലില്ല, മലക്കിനില്ല, നബിക്കില്ല, ആർക്കുമില്ല. അതിനുള്ള അർഹത അള്ളാഹുവിന് മാത്രമേ ഉള്ളൂ. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇബാദത്തിന് അർഹതയുള്ള ഒന്നുമില്ല. ലാ ഇലാഹ നിഷേധിക്കണം, ഇല്ലല്ലാഹ് അള്ളാഹു ഒഴികെ ഇബാദത്തിന് അർഹതയുള്ള ഒന്നുമില്ല. അള്ളാഹു ഒഴികെ മറ്റൊന്നിനും ഇബാദത്തിന് അർഹതയില്ല. ഇതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇത് കേട്ടതിനാണ് മക്കക്കാർ ദേഷ്യം വന്നത്. അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദ്രവിച്ചത്, സ്വഹാബത്തിനെ പീഡിപ്പിച്ചത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിലാണ്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ പേരിലാണ് ബദറും ഉഹദും ഒക്കെ നടന്നത്. നിങ്ങൾക്കറിയില്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജാഹിലിയ്യത്തിലെ ചരിത്രം? മക്കക്കാർ അൽ അമീൻ എന്ന് വിളിച്ച് ആദരിച്ച, സ്നേഹിച്ച അതേ വ്യക്തിത്വം തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിലാണ് അവരുടെ ശത്രുക്കളായി മാറിയത്, കണ്ണിലെ കരടായി മാറിയത്, അവർക്ക് അംഗീകരിക്കാൻ പറ്റാത്ത വ്യക്തിയായി മാറിയത്. ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിനാണ്. അവരുടെ സമ്പത്ത് മോഷ്ടിച്ചതിനല്ല, അവരുടെ സ്ത്രീകളെ അപമാനിച്ചതിനല്ല, അവരോട് ലാത്തയെ ഇബാദത്ത് ചെയ്യരുതെന്ന് പറഞ്ഞതിനാ, നിങ്ങൾ ഉസ്സയോട് പ്രാർത്ഥിക്കരുതെന്ന് പറഞ്ഞതിനാ, മനാത്തയ്ക്ക് നിങ്ങളുടെ ബലികർമ്മങ്ങൾ നേർച്ച വഴിപാടുകൾ നടത്തരുതെന്ന് പറഞ്ഞതിനാ. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് പറഞ്ഞതിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരിൽ മക്കക്കാർ തിരിഞ്ഞത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് അർത്ഥം ഇതായിരിക്കെ ചില ആളുകൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുകയും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് എതിരെ നിന്ന ശത്രുക്കളുടെ അതേ വിശ്വാസം വെച്ച് പുലർത്തുകയാണെങ്കിൽ അവൻ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആളാവുക? അല്ലെ? ചില മുസ്ലിം നാമധാരികൾ
നമുക്ക് പരിചയമുള്ള പല ആളുകളും അവർ ബാങ്കുകളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കുന്നുണ്ട്, അവരുടെ ദിക്റുകളായി നാവിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നുണ്ട്, അവരുടെ കുട്ടികളെ താരാട്ട് ഉറക്കുന്നത് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ടാ. പക്ഷേ അവന്റെ മനസ്സിൽ അവൻ ഇബാദത്തുകൾ ചെയ്യാൻ അള്ളാഹു അല്ലാതെ മറ്റു പലരും അവർ തിരിയുന്നുണ്ട്. അബൂജഹൽ തിരിഞ്ഞതുപോലെ, അബൂ ലഹബ് തിരിഞ്ഞതുപോലെ, അബൂ താലിബ് തിരിഞ്ഞതുപോലെ അവന്റെ ഹൃദയത്തിൽ അള്ളാഹു അല്ലാതെ മറ്റു ഒരുപാട് ഇലാഹുകളാണ്. ഇങ്ങനെയുള്ള ഒരാൾ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഒരാളാവുക? ഇത് ഞാനൊരു ഉദാഹരണമായിട്ട് മാത്രം പറയാം. ഇതുപോലെ ഓരോ വിഷയങ്ങളിലും ഓരോ കാര്യങ്ങളിലും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ വിട്ടേച്ചു പോയ ആ നിലപാടുകൾ എന്താണെന്ന് പഠിക്കേണ്ടിയിരിക്കുന്നുണ്ട്, അല്ലേ? മറ്റൊരു ഉദാഹരണം പറയാം. നമ്മുടെ നാട്ടിൽ നാളെ നടക്കുന്ന കാര്യങ്ങൾ ഗൈബായി പല കാര്യങ്ങളും അറിയാമെന്ന് വാദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. എനിക്ക് ഇന്ന കച്ചവടം ഏത് സമയത്ത് തുടങ്ങിയാൽ ലാഭകരമാകും, ഇന്ന വിവാഹം ഏത് സമയത്ത് നടത്തിയാൽ നല്ല ദാമ്പത്യ ജീവിതം നടക്കും, സാധ്യമാകും എന്ന കാര്യങ്ങൾ പറഞ്ഞു തരുന്ന, അറിയിച്ചു തരുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ വ്യാപകമായിട്ടുണ്ട്, അല്ലേ? അത്തരം ആളുകളെ സംബന്ധിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ പഠിപ്പിച്ചിരുന്നുണ്ട്, ഹദീസുകൾ പഠിപ്പിച്ചിരുന്നുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഒരാൾ പറയുകയാണ് എനിക്ക് നാളെ നടക്കുന്ന കാര്യം അറിയാമെന്ന് ഒരാൾ വാദിക്കുകയാണെങ്കിൽ അവൻ അള്ളാഹുവിന്റെ മേൽ കള്ളം കെട്ടിച്ചമച്ചവൻ. അള്ളാഹ് പറയുന്നത് ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. നബിയെ പറയുക, പ്രഖ്യാപിക്കുക, ഭൂമിയിലാകട്ടെ ആകാശത്താകട്ടെ അള്ളാഹു അല്ലാത്ത മറ്റാർക്കും ഗൈബായി മറഞ്ഞ നാളെ നടക്കാൻ പോകുന്ന അത്തരം മറഞ്ഞ കാര്യങ്ങൾ, അദൃശ്യമായ കാര്യങ്ങൾ അറിയുകയില്ല. ആരെങ്കിലും അങ്ങനെ എനിക്കറിയുമെന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ അത് ജ്യോതിഷ് എന്ന് പേര് പറഞ്ഞിട്ടായിക്കോട്ടെ, മറ്റെന്തെങ്കിലും പേര് കേട്ടിട്ടായിക്കോട്ടെ, തങ്ങളെന്ന പേര് പറഞ്ഞ എന്ത് പേരിട്ട് പറഞ്ഞാലും നാളെ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എനിക്കറിയാമെന്ന് ഒരാൾ വാദിക്കുന്നുണ്ടെങ്കിൽ അത് സ്വഹാബത്തിന്റെ നിലപാടുകൾക്ക് വിരുദ്ധമാണ്, സ്വഹാബത്തിന് ദീന് പരിചയമില്ലാത്ത കാര്യമാണ്. അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിന് വിട്ടേച്ചു പോയ ആ ആദർശത്തിന് ഘടകവിരുദ്ധമാണ്. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും ഓരോ വിഷയങ്ങളിലും ചെറുതും വലുതുമായ എല്ലാ കാര്യങ്ങളിലും നമ്മൾ നമ്മുടെ ആദർശം സ്വഹാബത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിട്ടേച്ചു പോയ അതേ ആദർശത്തിലാണോ എന്ന് പരിശോധിക്കൽ നമ്മുടെ മേൽ നിർബന്ധമാണ്. വിശ്വാസ കാര്യങ്ങൾ മാത്രമല്ല, സ്വഭാവ മര്യാദകളിൽ പോലും. നിങ്ങൾക്കറിയോ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ ഒരു സംഗീത ഉപകരണത്തിന് അടുത്തുകൂടെ നടന്നു പോയപ്പോ എങ്ങനെയാ പ്രതികരിച്ചത് ശ്രദ്ധിക്കണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു എന്താ പറയാ സംഗീതോപകരണം അത് ഉറക്കെ പാരായണം ചെയ്യപ്പെടുന്ന സമയത്ത് അതിനടുത്തുകൂടെ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നു പോയപ്പോ എങ്ങനെയാണ് പ്രതികരിച്ചത് ശ്രദ്ധിക്കണം. മുസ്ലിമീങ്ങൾ കേൾക്കണം, ശ്രദ്ധിക്കണം, മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ ഒരു സംഗീതോപകരണത്തിന് അടുത്തുകൂടെ നടന്നു പോയപ്പോ എവിടെ നിന്നോ ദൂരെ നിന്ന് സംഗീതോപകരണ ശബ്ദം കേട്ടപ്പോ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് രണ്ട് ചെവികളിലും അവിടുത്തെ വിരലുകൾ തിരുകുകയാണ്. ആ ശബ്ദം കേൾക്കാതിരിക്കാൻ, ആ സംഗീതത്തിന്റെ ശബ്ദം ചെവിയിലേക്ക് പ്രവേശിക്കാതിരിക്കാൻ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വിരലുകൾ അവിടുത്തെ ചെവിയിലേക്ക് തിരികുകയാണ്. ഈ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റുന്ന ആളുകൾക്ക് എങ്ങനെയാണ് വാദ്യമേളങ്ങളും മ്യൂസിക്കുകളും മറ്റ് കാര്യങ്ങളുമായി അത് ആളുകളെ മൊത്തം കേൾപ്പിക്കുന്ന രൂപത്തിൽ റോഡിലിറങ്ങി ആഘോഷിക്കാനും പ്രകടനങ്ങൾ നടത്താനും എങ്ങനെയാണ് ഒരു മുസ്ലിമിന് സാധിക്കും? ഈ റസൂലിനെ പിൻപറ്റുന്ന ഒരാൾക്ക് എങ്ങനെയാണ് സാധിക്കും? ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ ചെവികളിലേക്ക് സംഗീതത്തിന്റെ അലയടികൾ എത്തുമ്പോഴേക്കും അവിടുത്തെ വിരലുകൾ ആ ചെവിയിലേക്ക് തിരികുകയാണെങ്കിൽ ആ റസൂലിന്റെ ദീനെ പിൻപറ്റുന്ന ഒരാൾക്ക് എങ്ങനെയാണ് സംഗീതത്തിന്റെ വക്താവാകാൻ സാധിക്കുക? ഓരോ കാര്യങ്ങളിലും നമ്മുടെ ജീവിതത്തിന്റെ അടിമുടി വിശ്വാസ കാര്യങ്ങൾ തുടങ്ങി ഓരോ കാര്യത്തിനും സ്വഭാവ മര്യാദകളിൽ വരെ നമ്മൾ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് വിട്ടേച്ചു പോയ അതേ നിലപാടുകളിൽ ആകണം. നമ്മുടെ മേൽ നിർബന്ധമാണ്, അല്ലെ? സ്ത്രീകളുടെ വസ്ത്രധാരണം അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്ന് മരണപ്പെട്ടു പോകുന്ന സമയത്ത് അടിമ സ്ത്രീകളും ചെറിയ പെൺകുട്ടികളും അല്ലാതെ സ്വഹാബി വനിതകളിൽ മുഖം തുറന്നിട്ട് ഒരൊറ്റ സ്ത്രീ പോലും ഉണ്ടായിരുന്നില്ല, ഒറ്റൊരു സ്ത്രീ പോലും ഉണ്ടായിരുന്നില്ല. ഓരോ വിഷയങ്ങളിലും നമ്മുടെ സ്വഭാവ മര്യാദകൾ, വസ്ത്രധാരണത്തിൽ, എല്ലാ കാര്യത്തിലും, വീട്ടിനകത്തു പോലും നിങ്ങളിൽ ഏറ്റവും നല്ല ആളുകൾ കുടുംബക്കാർ നല്ല രൂപത്തിൽ വർത്തിക്കുന്ന ആളെന്നല്ല പറഞ്ഞത്, നാട്ടുകാർ നല്ല രൂപത്തിൽ പെരുമാറുന്ന ആളെന്നല്ല പറഞ്ഞത്. നിങ്ങളിൽ ഏറ്റവും മികച്ചവൻ നിങ്ങളുടെ വീട്ടുകാരോട് ഏറ്റവും നല്ല രൂപത്തിൽ വർത്തിക്കുന്നതാണ് പഠിപ്പിച്ചത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും വിശ്വാസ കാര്യങ്ങൾ മുതൽ തുടങ്ങി എല്ലാ മേഖലകളിലും നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിന് വിട്ടേച്ചു പോയ അതേ നിലപാടുകളിലേക്ക് നമ്മൾ ആകുമ്പോൾ അല്ലാതെ
നമ്മൾ നന്നാവുകയുമില്ല, ഒന്നാവുകയുമില്ല, സ്വർഗത്തിലേക്ക് എത്താൻ അർഹനാവുകയുമില്ല. നമുക്ക് നന്നാവണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ, സിറാത്തുൽ മുസ്തഖീമിലൂടെ സഞ്ചരിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ, അള്ളാഹുവിന്റെ ശിക്ഷ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നമ്മുടെ മുന്നിൽ ഈ മാർഗമല്ലാതെ മറ്റൊരു മാർഗമില്ല, മറ്റൊരു വഴിയില്ല. അതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും പഠിക്കണം, അന്വേഷിക്കണം. നമ്മൾ മനസ്സിലാക്കിയുള്ള വിശ്വാസങ്ങൾ, നിലപാടുകൾ, ചര്യകൾ, നമ്മുടെ നാട്ടിലെ ഓരോ രീതികൾ, മാഹൂലുകൾ, ഇതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനെ വിട്ടേച്ചു പോയ അതേ നിലപാടുകളോട് യോജിച്ചതാണോ നമ്മൾ പരിശോധിക്കണം, അന്വേഷിക്കണം. അതല്ലെങ്കിൽ നമ്മൾ മാറ്റണം, നമുക്കത് വേണ്ടെന്ന് വെക്കണം. നമ്മുടെ ഉപ്പയും ഉമ്മയും എത്രയോ കാരണവന്മാർ എത്രയോ നൂറ്റാണ്ടുകളായി ചെയ്തു പോകുന്ന കാര്യങ്ങൾ അത് ഈ വിശ്വാസത്തിനും ആദർശത്തിനും നിലപാടുകൾക്ക് എതിരാണെങ്കിൽ നമ്മൾക്കത് വലിച്ചെറിയാൻ പറ്റണം. നമ്മൾക്ക് ഒരു കാര്യം സ്വർഗത്തിലേക്ക് തടസ്സമാകരുത്, ഒരു കാര്യവും നമ്മുടെ സ്വർഗപ്രവേശനം തടസ്സമായി നിൽക്കരുത്. ഈ ഒരു ലക്ഷ്യം മാത്രമായിരിക്കണം നമ്മുടെ മുന്നിൽ ഉണ്ടാവേണ്ടത്. ഈ ഒരു ലക്ഷ്യം നമ്മൾക്ക് നിറവേറ്റാൻ നമ്മുടെ മുന്നിൽ ഈ ഒരു വഴിയല്ലാതെ മറ്റൊരു വഴിയുമില്ല എന്ന് നമ്മൾ തിരിച്ചറിയണം. അങ്ങനെ ഈ ഒരു വഴി നമ്മൾ പഠിച്ചെടുക്കണം, അതിനെപ്പറ്റി അന്വേഷിച്ചറിയണം. ആ ഒരു വഴിയിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ എന്ത് ത്യാഗം സഹിക്കാനും തയ്യാറാകണം. നമ്മൾ റബ്ബിനോട് ദുആ ചെയ്തുകൊണ്ടേയിരിക്കണം. ഒരു മുസ്ലിം അവന്റെ ജീവിതത്തിൽ ഏറ്റവും അധികം അധികരിപ്പിക്കുന്ന പ്രാർത്ഥന ഏതാ? സൂറത്തുൽ ഫാത്തിഹയിലെ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം എന്ന പ്രാർത്ഥന. ഒരു മുസ്ലിമായി നമ്മൾ എന്തിനാണ് സിറാത്തുൽ മുസ്തഖീമിലേക്ക് ഹിദായത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ മുസ്ലിമീങ്ങളാണ്, സിറാത്തുൽ മുസ്തഖീമിലേക്ക് പ്രവേശിച്ച ആളുകളാണ്. നമ്മൾ എന്തിനാണ് എപ്പോഴും ഒരു ദിവസത്തിൽ 17 തവണ ഏറ്റവും ചുരുങ്ങിയത് അള്ളാഹുവിനോട് ഹിദായത്ത് ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? ഇതിൽ തന്നെ ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അധികം അധികരിപ്പിച്ച പ്രാർത്ഥന അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. അല്ലാഹുവേ, ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എന്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വളരെയധികം അധികരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ എത്രമാത്രം ആ പ്രാർത്ഥനയിലേക്ക് ആവശ്യക്കാരായിരിക്കും. അതുകൊണ്ട് നാം ഓരോരുത്തരും റബ്ബിനോട് സഹായം തേടിക്കൊണ്ടേയിരിക്കും. ഈ ഒരു സിറാത്തുൽ മുസ്തഖീം നമുക്ക് കൃത്യമായി മുന്നിൽ വെളിപ്പെടുത്തി തരാനും വ്യക്തമാക്കി തരാനും അതിലൂടെ സഞ്ചരിക്കാൻ തടസ്സങ്ങൾ നീക്കിത്തരാനും അതിൽ തന്നെ മരണം വരെ ഉറച്ചു നിർത്താനും റബ്ബ് സുബ്ഹാനഹു വ തആലയോട് നമ്മൾ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടേയിരിക്കുക. നമ്മുടെ ഓരോ ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീമും ആ ഒരു അർത്ഥത്തിൽ നമ്മൾ റബ്ബിന്റെ മുന്നിൽ ചോദിക്കുക. അതൊരു പ്രാർത്ഥനയാണെന്നുള്ള ബോധത്തിൽ നിസ്കരിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യട്ടെ, നമുക്ക് ഓരോരുത്തർക്കും ഈ ഒരു ആദർശം, ഈ ഒരു നിലപാട്, ഈ ഒരു വിശ്വാസ മര്യാദകൾ, മറ്റു നിലപാടുകളെല്ലാം അത് നബി സല്ലല്ലാഹു അലൈഹി സ്വഹാബത്തിന് വിട്ടേച്ചു പോയ അതേ രൂപത്തിൽ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ആയത്തുകളെയും ഹദീസുകളെയും വെളിച്ചത്തിൽ പണ്ഡിതന്മാർ അത് വിശദീകരിച്ച രൂപത്തിൽ നമുക്ക് പഠിച്ച് മനസ്സിലാക്കാനും അങ്ങനെ മരണം വരെ ആ രൂപത്തിൽ ഉറച്ചു നിൽക്കാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാണ്. അതിനൊരു കാര്യങ്ങളും നമുക്ക് തടസ്സമായി നിൽക്കുന്ന എന്തൊരു കാര്യം, അത് നാട്ടുകാരെ തൃപ്തിപ്പെടുത്തലാണെങ്കിലും ദുനിയാവിലെ മറ്റ് ലാഭങ്ങളാണെങ്കിലും മറ്റെന്തെങ്കിലും വിഭാഗീയതകളാണെങ്കിലും എന്തൊരു കാര്യം അതൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഹൃദയത്തിൽ നിന്ന് എടുത്തു മാറ്റുമാറാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും, നമ്മുടെയും നമ്മുടെ കുടുംബക്കാരെയും നാട്ടുകാരെയും അയൽക്കാരെയും എല്ലാവരെയും ഇവിടെ ഒരുമിച്ച് ചേർത്തിയതുപോലെ സ്വർഗത്തിൽ അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മ ഏവരെയും ഒരുമിച്ച് ചേർത്തുമാറാവട്ടെ. അതിനുവേണ്ടി നാം ഓരോരുത്തരും പണിയെടുക്കണം. നമ്മുടെ കുടുംബക്കാർ സ്വഹാബത്തിന്റെ ആദർശത്തിലാകാതെ നമ്മൾക്ക് വിശ്രമില്ല. നമ്മുടെ നാട്ടുകാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിട്ടേച്ചു പോയ അതേ ആദർശത്തിലാക്കാതെ നമ്മൾക്ക് കിടന്നുറങ്ങാൻ സാധിക്കരുത്. കാരണം അവരങ്ങനെ ആകാതെ അവർ നരകത്തിന് രക്ഷപ്പെടൂല. നമ്മുടെ പ്രിയപ്പെട്ട വാപ്പ, നമ്മുടെ പ്രിയപ്പെട്ട കുടുംബക്കാരൻ, നമ്മുടെ പ്രിയപ്പെട്ട ബന്ധു, നമ്മുടെ പ്രിയപ്പെട്ട അയൽവാസി, നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ, ഇവരൊക്കെയും നരകത്തിന് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുള്ളവരാകണം ഒരു മുസ്ലിം. സ്വന്തം കാര്യം മാത്രം നോക്കലല്ല, മറിച്ച് എല്ലാവരെയും അവനെ കൊണ്ട് സാധിക്കുന്ന പരമാവധി ആളുകളെ നരകത്തിന് രക്ഷപ്പെടാൻ അവന് ആഗ്രഹം ഉണ്ടാവണം. അതിനുവേണ്ട പരിശ്രമം നടത്തണം. നമ്മളെ കൊണ്ടാകുന്ന രൂപത്തിൽ അറിവിന്റെയും കഴിവിന്റെയും പരമാവധി നമ്മൾ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും നമ്മുടെ ഹൃദയത്തിൽ ഈ ഒരു വിശ്വാസം, ആ ഒരു ലക്ഷ്യബോധം നമ്മുടെ ഹൃദയത്തിൽ നിലനിർത്തി തരികയും അതിലേക്ക് നമ്മളെ എത്തിക്കുന്ന ഈ ഒരേ ഒരു സിറാത്തുൽ മുസ്തഖീം അതിൽ നമ്മൾ ഓരോരുത്തരെയും അവനെ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലമ അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനകല്ലാഹു വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.